ഓം ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. രാമായ രാമചന്ദ്രായ രാമഭദ്രായ വേദസേ രഘുനാഥായ നാഥായ സീതായാമ്പതേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ. ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ. ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ. ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ. ശ്രീരാമ രാമ രാമ രാവണാന്തക രാമ. ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ. ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതേ. ശ്രീരാമ രമണീയ വിഗ്രഹ നമോസ്തുതേ. നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ. ശ്രീരാമനാമം പാടി വന്ന പൈകിളിപ്പെണ്ണേ, ശ്രീരാമചരിതം നീ ചൊല്ലിടൂ മടിയാതെ. ശാരിക പൈതൽ താനും വന്ദിച്ചു വന്ദ്യന്മാരെ, ശ്രീരാമസ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ. അധ്യാത്മരാമായണം കിളിപ്പാട്ട് നമ്മൾ യുദ്ധകാന്ഡമാണ് ഇനി വായിക്കുന്നത്. രാവണ ശുക സംവാദം നമ്മൾ 3-4 വരി വായിച്ചാണ് നിർത്തിയത്. ശുകനെ ദൂതനായിട്ട് വിട്ടു രാവണൻ ശ്രീരാമന്റെ അടുക്കലേക്ക്. അവിടുത്തെ രഹസ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ അതൊക്കെ അറിഞ്ഞുകൊണ്ട് വരാൻ, അവിടുത്തെ കാര്യങ്ങളൊക്കെ ദൂതനായിരുന്നു. അപ്പോൾ കവികളെല്ലാം കൂടെ അവനെ പിടിച്ച് അടിച്ചപ്പോൾ ഭഗവാൻ ശ്രീരാമൻ അരുത്, അവനെ കൊല്ലരുത്, ദൂതനാണ് എന്നൊക്കെ പറഞ്ഞ് അവിടെ നിർത്തി. ഇപ്പോഴാണ് ഒടുവിലാണ് അവിടുന്ന് ഇവിടേക്ക് വിട്ടത് രാവണനെ കാണാൻ. ശുകന് അവിടുന്ന് നിബദ്ധനായൊരു ശുകാസുരൻ തന്നെ വിരവോടയക്കാൻ മടിയാതെ അങ്ങനെ പറഞ്ഞ് അവിടേക്ക് തിരിച്ചു വിട്ടു. ദശഗുരുവിനോട് ചെന്ന് വൃത്താങ്ങളിൽ പറയാൻ ശ്രീരാമൻ പറഞ്ഞതനുസരിച്ച് ഒന്നുകിൽ സീത വിടുക അല്ലെങ്കിൽ യുദ്ധത്തിനൊരുങ്ങുക, ഇതൊക്കെ അവിടുന്ന് പറഞ്ഞു വിട്ടു. അതൊന്ന് രാവണനോട് പറഞ്ഞാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത്. പങ്ക്തി മുഖൻ അവനോട് ചോദിച്ചാൻ, എന്തു നീ വൈകുവാൻ കാരണം ചൊൽകടോ. നീ താമസിച്ചതെന്നാണ് അത് കാരണം പറ. കാരണം അപ്പോഴൊന്നും നീ പറഞ്ഞു വിട്ടില്ലായിരുന്നു, അവിടെ ബന്ധനസ്ഥനാക്കി വെച്ചേക്കുമായിരുന്നു. ശ്രീരാമൻ പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. അറിഞ്ഞു പിടിച്ച് അഭിമാന വിരോധം വരുത്തിയാരോ തവ. അവർ നിന്നെ പിടിച്ചോടെ നിർത്തിയിട്ട് അഭിമാനം ഒക്കെ പറഞ്ഞ് നിന്നെ ഉപദ്രവിച്ചോ. ക്ഷീണഭാവം കലർന്നിടുവാൻ കാരണം മാനസേഖേദം കളഞ്ഞു ചൊല്ലിയിടോ. നിന്റെ വിഷമങ്ങളെല്ലാം കളയും. നിനക്ക് കണ്ടിട്ട് നിനക്ക് നല്ല വിഷമമുണ്ടല്ലോ. അവർ നിന്നെ എന്ത് മാനവിരോധം വല്ലതും വരുത്തിയോ. അവിടുത്തെ കുരങ്ങന്മാർ എന്തെങ്കിലും നിന്നെ വഴക്ക് പറയോ എടുക്കുകയും ചെയ്തോ. നിനക്ക് എന്താ എത്ര വിഷമം. രാത്രീഞ്ചരോക്തി കേട്ടു ശുകൻ പരമാർത്ഥം ദശാനനോട് ചൊല്ലേടിനാൻ. അപ്പോൾ പറയുന്നു, രാക്ഷസരാജപ്രവരാ ജയ ജയ. ജയിച്ചാലും മോക്ഷോ ഉപദേശമാർഗേണ ചൊല്ലിയിടുവൻ. ഞാൻ മോക്ഷത്തിന് വേണ്ടുന്ന മാർഗം എങ്ങനെ അതുപോലെ ഞാൻ പറഞ്ഞുതരാം. ചെന്നുമ്പോൾ ഒരുപാട് ഉപദേശങ്ങളൊക്കെ ശ്രീരാമനെ ഇഷ്ടപ്പെട്ടു. അതുമല്ല സന്തോഷമായിട്ടാണ് പറഞ്ഞുകൊണ്ട് വിട്ടത്. അപ്പോൾ നല്ല ഉപദേശങ്ങളാണ് ഇപ്പോൾ രാവണന് കൊടുക്കുന്നത്. സിന്ധു തന്നുത്തര തീരോപരി ചെന്നൊരു അന്തരമെന്നിയേ ഞാൻ തവ വാക്യങ്ങൾ ചൊന്ന നേരത്ത് അവരെന്നെ പിടിച്ചുടൻ. നന്നായി ചെന്ന് അവിടുന്ന് പറഞ്ഞു. സിന്ധു തന്നുത്തര തീരോപരി ചെന്ന് അന്തരമെന്നിയേ ഞാൻ, അദ്ദേഹത്തിൻ്റെ രാവണൻ പറഞ്ഞിട്ട വാക്കുകളെല്ലാം ചെന്നവിടെ പറഞ്ഞു. അപ്പോൾ അവരെന്നെ പിടിച്ചു. അങ്ങനെ പറഞ്ഞപ്പോൾ നേരത്തെ അവരെന്നെ പിടിച്ചുടൻ കൊന്നുകളവാൻ തുടങ്ങി. കവികളെല്ലാം കൂടെ പിടിച്ചു അടിച്ചു. കൊന്നുകളവാൻ തുടങ്ങും ദശാന്തരേ രാമ രാമ പ്രഭോ പാഹി പാഹി. ഞാൻ ആമയം കൊണ്ട് കരഞ്ഞ നാദം കേട്ട്, ഞാനങ്ങനെ കരഞ്ഞപ്പോൾ എൻ്റെ നാദം കേട്ട് ദൂതൻ അയപ്പിനെന്ന് ആദരവോട് അരുൾ ചെയ്തു. ദയാപരൻ ശ്രീരാമൻ ദയാപരനാണ്, അവനെ അയക്കൂ, വിടൂ അവനെ കൊല്ലരുത് എന്ന് പറഞ്ഞു.
വാനരന്മാരും അയച്ചാർ അതുകൊണ്ട് അപ്പോൾ പിടിവിട്ടു, അടിക്കാതെ വിട്ടു. വാനരന്മാരും അയച്ചാർ അതുകൊണ്ട് ഞാനും ഭയം തീർന്നു നീളേ നടന്നുടൻ. എനിക്കെന്ത് ഭയമൊക്കെ തീർന്നു, കാരണം ശ്രീരാമൻ പറഞ്ഞ ഞാൻ അപ്പുറം ഇല്ലല്ലോ, ഭഗവാനല്ലേ, അതുകൊണ്ട് എൻ്റെ ഭയമൊക്കെ തീർന്ന് അവരോടൊപ്പം അവിടേക്ക് നടന്നു. വാനര സൈന്യമെല്ലാം കൊണ്ടുപോന്നിതു മാനവ വീരൻ അനുജ്ഞയാ സാദരം. പിന്നെ രഘുത്തമൻ എന്നോട് ചൊല്ലിനാൻ, ചെന്നു നീ രാവണൻ തന്നോട് ചൊല്ലുക. രാവണനോട് പറയാൻ പറഞ്ഞു വിട്ടു ശ്രീരാമൻ, സീതയെ നൽകിയിട് ഒന്ന്, അല്ലായെങ്കിൽ സീതയെ ഒന്നുകിൽ കൊടുക്കൂ, അല്ലായെങ്കിൽ ഏതുമേ വൈകാതെ യുദ്ധം തുടങ്ങുക. രണ്ടിലേതെങ്കിലും ഒന്ന് ചെയ്യുക. രണ്ടിൽ ഒന്ന് ഉടനെ ചെയ്തു കൊള്ളണം, രണ്ടും കണക്ക് എനിക്കെന്ന് പറയണം. എനിക്ക് ശ്രീരാം പറഞ്ഞു, എനിക്ക് രണ്ടായാലും കണക്ക് തന്നെ, ഒന്നുകിൽ സീതയെ വിടൂ, അല്ലെങ്കിൽ യുദ്ധം ചെയ്യൂ. എനിക്കേതായാലും ശരി തന്നെ എന്ന് ശ്രീരാമൻ പറഞ്ഞു. എന്നെ ഇങ്ങോട്ട് വിട്ടു. എന്തു ബലം കൊണ്ട് സീതയെ കട്ടുകൊണ്ട് അന്ധനായി പോന്നിങ്ങിരുന്നു കൊണ്ടു ഭവാൻ, പോരും അതിനു ബലം എങ്കിൽ എന്നോട് പോരിനായി കൊണ്ട് പുറപ്പെടുക ശുനി. എന്തുകൊണ്ടാണ് സീതയെ അങ്ങനെ കൊണ്ടുപോയത്? എന്നാൽ അതിനുവേണ്ടി ഒന്നുകിൽ ബലത്തോടെ എന്നോട് വരൂ യുദ്ധത്തിനായിട്ട്. ലങ്കാപുരവും നിശാചര സേനയും ശങ്കാവിഹീനം ശരങ്ങളെ കൊണ്ടു ഞാൻ ഒക്കെ പൊടിപ്പെടുത്തിനുള്ളിൽ വന്നിങ്ങ് പുക്കൊരു രോഷവുമാശു തീർത്തിയിടുവൻ. ശങ്കാവിഹീനം, ഒരു വിഷമം കൂടാതെ ഞാൻ ശരങ്ങളെ കൊണ്ട് എല്ലാം അവിടെ തവിടുപൊടിയാക്കിയിട്ട് എല്ലാം ഒക്കെ പൊടിപ്പെടുത്തുന്നുള്ളിൽ വന്നിങ്ങ് പുക്കൊരു രോഷവുമാശു എല്ലാ വിഷമങ്ങളും തീർക്കും. നക്തഞ്ചരകുല ശ്രേഷ്ഠൻ ഭവാനൊരു ശക്തൻ എന്നാകിൽ പുറപ്പെടുക അശുനി. രാവണന് ശ്രേഷ്ഠതയുണ്ടെങ്കിൽ പുറപ്പെട്ടോളൂ എന്നരുളി ചെയ്ത് ഇരുന്നരുളിടിനാൻ. നിന്നുടെ സോദരൻ തന്നോടുകൂടവേ, അതായത് വിഭീഷണനും അവിടെ ഉണ്ട്, ഈ രാവണന്റെ സഹോദരനും അവിടെ ഉണ്ട് എന്നരുളി ചെയ്ത് ശ്രീരാമൻ എന്നെ അങ്ങനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടു. ഒന്നുകിൽ സീതയെ കൊടുക്കുക, ഇല്ലെങ്കിൽ യുദ്ധം ചെയ്യുക. സുഗ്രീവ ലക്ഷ്മണന്മാരോട് ഒന്നിച്ച് നിഗ്രഹിപ്പാനായി ഭവന്തം രണാങ്കണി കണ്ടുകൊണ്ടാലും അസംഖ്യം ബലം ദശകണ്ഠ പ്രഭോ കവിപുങ്കവ പാലിതം പർവ്വത സന്നിഭന്മാരായ വാനരൻ ഉറുബി കുലുങ്ങവേ ഗർജനവും ചെയ്ത്. അത്രമാത്രം ശക്തിയേറിയ വാനരന്മാർ ഭൂമി കുലുങ്ങുന്നൊക്കെയാണ് ഗർജനം ചെയ്യുമ്പോൾ ഭൂമി മൊത്തവും കുലുങ്ങും. അത്രമാത്രം ശക്തിയേറിയ വാനരന്മാരാണ് അവിടെ ഉള്ളത്. സർവ്വലോകങ്ങളും ഭസ്മമാക്കിടുവാൻ ഗർവം കലർന്നു നിൽക്കുന്നിതു നിർഭയം, ഒരു ഭയം കൂടാതെ നിൽക്കുന്നു. സംഖ്യയും ആർക്കും ഗണിക്കാവതല്ലിഹ സംഖ്യാപത വരനായ കുമാരനും, അതായത് പണ്ഡിതശ്രേഷ്ഠനായ സുബ്രഹ്മണ്യന് പോലും സംഖ്യ എണ്ണാൻ പറ്റുകയില്ല, അത്രത്തോളം കുരങ്ങന്മാരവിടെ ഉണ്ട്. ഹുങ്കാരമേറിയ വാനരസേനയിൽ സംഘപ്രധാനന്മാർ കേട്ടുകൊള്ളുക. അതിൽ ഭയങ്കരമായ വാനരന്മാർ, അത് പറയാം, കേട്ടുകൊള്ളുക. ഉന്നതന്മാരായ ഹുങ്കാരമേറിയ അതിൽ പ്രധാനന്മാരായ അവരെ ഞാൻ പറയാം. ലങ്കാപുരത്തെയും നോക്കി നോക്കി ദ്രുതം ശങ്കാവിഹീനം അലറി നിൽക്കുന്നവൻ. ലങ്കാപുരത്തിലേക്ക് നോക്കി നിൽക്കുകയാണ് ഈ ഹുങ്കാരമേറിയ വാനരന്മാര്. ഒരു വിഷമമില്ലാതെ അവർ അലറിക്കൊണ്ട് നിൽക്കുന്നു. 100,000 പടയോടും രിപുക്കളെ നീറാക്കുവാൻ ഉഴറ്റോട് വാൽ പൊങ്ങിച്ച് എല്ലാവരെയും ഭസ്മമാക്കാൻ തേരി ഇങ്ങനെ നിൽക്കുവാണ് അവര്. കാലനും പേടിച്ചു മണ്ടു അവനോട് നീലനാം സേനാപതി വന്യനന്ദനൻ. അഗ്നിയുടെ പുത്രനായ നീലനുണ്ട്, സേനാപതിയാണ്. കാലന്മാർ പോലും പേടിച്ച് ഓടിക്കളയും. അങ്കദനാകും ഇളയ രാജാവ് അതിനങ്ങേത് പത്മാകിഞ്ചൽ സമപ്രഭ. അങ്കദൻ വെച്ചാൽ ബാലിയുടെ മകൻ അങ്കദനാകും ഇളയ രാജാവ്. അവനാണ് ഇനി അവിടുത്തെ ഇളയ രാജാവ്, വാനന്മാരുടെ സുഗ്രീവനോടൊപ്പം നിൽക്കുന്ന ഇളയ രാജാവ്. അവൻ അങ്ങേത് പത്മ കിഞ്ചൽക്ക സമപ്രഭൻ, അതായത് താമരവല്ലിയുടെ നിറമുള്ളവനാണ് അങ്ങേത്. വാൽ കൊണ്ട് ഭൂമിയിൽ തച്ചങ്ങനെ ബാലിതൻ നന്ദനൻ അദ്രി ശൃംഗോപമൻ. അങ്കദൻ കൊടുമുടിക്ക് തുല്യനുമാണ്. തൽപാർശ്വ സേമനി നിൽക്കുന്നത് വാതജൻ ഹനുമാനാണ്. തൽപുത്രഘാതകൻ രാമചന്ദ്രപ്രിയൻ ഭഗവാന്റെ പ്രിയനാണ്. എന്നാലോ അക്ഷയകുമാരനെ താങ്കളുടെ മകനെ കൊന്നവനുമാണ്. സുഗ്രീവനോട് പറഞ്ഞു നിൽക്കുന്നവൻ ഉഗ്രനാം ശേതൻ രജത സമപ്രഭൻ വെള്ളിയുടെ ശോഭയുള്ളവനാണ്. സുഗ്രീവനോട് പറഞ്ഞു നിൽക്കുന്നവൻ ഉഗ്രനാം ശേതൻ. സുഗ്രീവനോട് പറഞ്ഞു നിൽക്കുന്ന ഒരുത്തനുണ്ട് ശേതൻ, അവൻ വെള്ളിയുടെ ശോഭയുള്ളവനാണ്. രജത സമപ്രഭൻ, രജതം വെള്ളി. രംഭനങ്ങേതവൻ മുമ്പിൽ നിൽക്കുന്നവൻ വമ്പനായുള്ള ശരഭൻ മഹാബലൻ. മൈന്ദനങ്ങേതവൻ തമ്പി വിവിധനും വൃന്ദാരക വൈദ്യനന്ദനന്മാരല്ലോ. സേതുകർത്താവാം നളൻ അതിരിങ്ങിയത്. നളൻ വെച്ചാൽ സേതു ബന്ധിച്ച നളൻ, വിശ്വകർമാവിൻ്റെ മകൻ. സേതു കർത്താവ്, സേതു ബന്ധിച്ചിട്ടാണല്ലോ അവർ നടന്ന് ഇക്കരെ വരുന്നത്, സമുദ്രം കിടക്കുന്നത്. അത് ബന്ധിച്ചത് ആരാ? അത് പണി തീർത്തത് നളൻ.
സേതു കർത്താവാം നളന അതിനങ്ങേത് ബോധമേറും വിശ്വകർമാവ് തന്മകൻ. താരൻ പനസൻ കുമുദൻ വിനതനും വീരൻ വൃഷഭൻ വികടൻ വിശാലനും മാരുതിതൻ പിതാവാകിയ കേസരി ശൂരനായിടും പ്രമാധി ശതബലി സാരനാം ജാമ്പവാനും വേഗദർശിയും വീരൻ ഗജനും ഗവയൻ ഗവാക്ഷനും ശൂരൻ ദധിമുഖൻ ജ്യോതിർമുഖൻ ആദിഘോരൻ സുമുഖനും ദുർമുഖൻ ഗോമുഖൻ ഇത്യാദി വാനരൻ നായകന്മാരെ ഞാൻ പ്രത്യേകം എങ്ങനെയാ ചൊല്ലുന്നതും പ്രഭു. ഇങ്ങനെയുള്ളവരുടെയൊക്കെ പേരുകൾ എങ്ങനെയാ പറയുന്നത്? അത്രത്തോളം ഇനിയുണ്ട്. ഇത്തരം വാനരനായകന്മാർ 67 കോടി ഉണ്ടുള്ളതറിഞ്ഞാലും ഉള്ളം തെളിഞ്ഞു പോർക്കായി 21 വെള്ളം പടയവർക്കുള്ളതവയെല്ലാം ദേവാരികളെ ഒടുക്കുവാനായി വന്ന ദേവാംശ സംഭവന്മാർ ഇവരേവരും. ദേവന്മാരുടെ ആരികളെ ശത്രുക്കളെ ഒടുക്കാൻ വന്ന ദേവാംശ സംഭവന്മാരാണ് ഇവരെല്ലാവരും, ഈ കവികളെല്ലാവരും. ശ്രീരാമദേവനും മനുഷ്യനല്ല. അപ്പം അരി ഈ ശത്രുക്കളായ രാക്ഷസനെ ഒടുക്കാൻ വേണ്ടി നേരത്തെ തന്നെ പരമാത്മാവ് അവിടെ ഈ കവികളെ അവിടെ സൃഷ്ടിച്ചതാണ്. അവിടെ ദേവാംശമുള്ള കവികളാണ് അവര്. ഭഗവാനും മനുഷ്യനല്ല, ശ്രീരാമദേവനും മനുഷ്യനല്ല, ആദിനാരായണനാം പരൻ പുരുഷോത്തമൻ. സീതയാകുന്നത് യോഗമായ ദേവി, സോദരൻ ലക്ഷ്മണനായ അനന്തനും ലോകമാതാവും പിതാവും ജനകജാരാഘവന്മാരെന്നറിയ വഴി പോലെ. പിതാവും മാതാവും ഇവർ രണ്ടുപേരാണ്. ലോകത്തിൻ്റെ പിതാവും ലോകമാതാവും ജനകനും രാഘവനാണെന്നറിയാം. വൈരം അവരോട് സംഭവിച്ചിടുവാൻ കാരണം എന്തെന്ന് ഓർക്ക നീ മാനസേ. അവരോട് ഇത്രമാത്രം ശത്രുത വരാനുള്ള കാരണം എന്താണെന്ന് നീ മനസ്സിലാക്കൂ. സീതയുടെ കാര്യം കൊണ്ടല്ലയോ ഇത്രയും വൈരമുണ്ടാകുന്നത്. പഞ്ചഭൂതാത്മകമായ ശരീരവും പഞ്ചത്വമാശു ഭവിക്കുമെല്ലാവനും. ഈ പഞ്ചഭൂതം കൊണ്ടാക്കിയ ഈ ശരീരം എപ്പോഴായാലും അത് മരണമുണ്ട്. പഞ്ചപഞ്ചാത്മകത്വങ്ങളെ കൊണ്ട് സഞ്ചിതം പുണ്യപാപങ്ങളാൽ ബദ്ധമായി മാംസം മേധസ് അസ്ഥി മൂത്രമലങ്ങളാൽ ത്വക്കും മാംസങ്ങളും മേധസ്സും അസ്ഥി മൂത്രമലങ്ങളാൽ സമ്മേളിതമതി ദുർഗന്ധം എത്രയും. ഇങ്ങനെയുള്ള ശരീരം എന്തുകൊണ്ടുണ്ടാക്കി? പഞ്ചാത്മകത്വങ്ങളെ കൊണ്ടാണ് ഉണ്ടാക്കിയേക്കുന്നത്. അതായത് 5 ജ്ഞാനേന്ദ്രിയം, 5 കർമ്മേന്ദ്രിയം, 5 ജ്ഞാനേന്ദ്രിയ വിഷയങ്ങൾ, 5 പ്രാണങ്ങൾ, 5 ഭൂതങ്ങൾ, ഇവയെല്ലാം കൊണ്ട് ഉണ്ടാക്കുന്നത് നാർന്ന മൂത്രവും മലം ഉള്ള നാർന്ന ദേഹമാണ്. അതുകൊണ്ടുണ്ടാക്കിയത്. ജ്ഞാനെന്ന ഭാവം അതെങ്കിലും ഉണ്ടായി വരും. ജ്ഞാനമില്ലാതെ ജനങ്ങൾക്ക് അതോർക്ക നീ. ഇവിടെ ഇതുകൊണ്ടുണ്ടാക്കുന്ന ഈ ശരീരം നാറുന്ന ഈ മലമൂത്രങ്ങളായി നിറഞ്ഞ ഈ ശരീരം എന്താ? ജ്ഞാനെന്ന അഹങ്കാരം രാവണനുള്ളതുകൊണ്ടാണല്ലോ ഇങ്ങനെ സംഭവിച്ചത്. അഹങ്കാരം ഇല്ലെങ്കിൽ സീതയെ ആരും കൊണ്ടുപോകൂ, ഇങ്ങനെ കൊണ്ടുവച്ചേക്കൂ. അതുകൊണ്ട് ഞാനെന്ന ഭാവം അതെങ്കിലും ഉണ്ടായി വരും. ഈ ശരീരത്തിൽ ഇതൊക്കെ ഉണ്ടാകും. അഹങ്കാരം ഉണ്ടായി വന്നു. ജ്ഞാനമില്ലാതെ ജനങ്ങൾക്ക് അത് ഓർക്ക നീ. ഇത് അറിവില്ലായ്മ കൊണ്ടാണെന്ന് മനുഷ്യരെ നിങ്ങൾ ഓർക്കുക. ഹന്ത ജഡാത്മകമായ കായത്തിങ്കൽ എന്തൊരാസ്ഥ ഭവിക്കുന്നതോ ധീമതാം. ഇങ്ങനെ ജഡാത്മകമായിരിക്കുന്ന ഈ ശരീരത്തിൽ എന്തോ ഇതിനകത്ത് ഇതെന്താസ്ഥ, എന്താ ഇത്, എന്തിനു കൊള്ളാം ഇത്? യാതൊന്നു മൂലമായി ബ്രഹ്മഹത്യാദിയാം പാദഭോഗങ്ങൾ കൃതങ്ങളാകുന്നതും ഭോഗഭോക്താവായ ദേഹം ക്ഷണം കൊണ്ട് രോഗാദി മൂലമായി സമ്പദിക്കും ദൃഢം. ഇങ്ങനെയുള്ള ദേഹം യാതൊന്നു മൂലം ഈ കാരണങ്ങളെ കൊണ്ടുവന്ന ഈ ദേഹം പാതകങ്ങൾ അത്രമാത്രം പാപങ്ങൾ കയറിയ ദേഹക്ഷണം കൊണ്ട് എന്ത് വരും? പെട്ടെന്ന് രോഗാദി മൂലമായി സമ്പദിക്കും. തറയെ പതിച്ചു പോകും, സമ്പദിക്കും. അതായത് നശിച്ചു പോകും. ക്ഷണം കൊണ്ട് സംഭവിച്ചാൽ നിലം പൊത്തും. പുണ്യപാപങ്ങളോടും ചേർന്ന് ജീവനും വന്നുകൂടുന്നു. സുഖദുഃഖ ബന്ധനം. ദേഹത്തെ ഞാനെന്ന് കൽപ്പിച്ചു കർമ്മങ്ങൾ മോഹത്തിനാൽ അവശത്വേനവ ചെയ്യുന്നു. ജന്മമരണങ്ങളും അതുമൂലമായി സമ്മോഹിതന്മാർക്ക് വന്ന് ഭവിക്കുന്നു. നമ്മൾ ചെയ്യുന്ന പുണ്യപാപങ്ങളുടെ ഫലമാണ് നമ്മൾ വീണ്ടും ജന്മമരണങ്ങൾ ഉണ്ടാകുന്നത്. ശോകജരാമരണാദികൾ നീക്കുവാൻ ആകയാൽ ദേഹാഭിമാനം കളക നീ. നിന്റെ ദേഹാഭിമാനം കളയുക. അതായത് ഈ സീതയെ ഇനി കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കാത്ത അവൻ്റെ ദേഹാഭിമാനം, ഞാൻ ഇത്രയൊക്കെ ചെയ്തിനി കൊടുക്കാൻ നാണക്കെടല്ലേ എന്നോർത്തിരിക്കുന്നതാണ് അഭിമാനം. അതേസമയം അഭിമാനം ഇല്ലാതെ അഹങ്കാരം ഇല്ലാതിരുന്നാൽ എന്തായാലും വന്നുപോയി, ഞാൻ എന്തായാലും ഭഗവാന്റെ സീതയിലെ കൊണ്ടു കൊടുക്കാം എന്ന് കരുതി താണാൽ എന്തുവരും? ഭഗവാൻ രക്ഷിക്കും. അഹങ്കാരിച്ചാൽ എന്ത് ചെയ്യും? മുഖം കരിക്കും, താണനിലത്ത് നീരോടും. അവിടെ ദൈവം തുണയുള്ളൂ. അപ്പം അവൻ എല്ലാം മനസ്സിലാക്കിയിട്ട് അഹങ്കാരം വിട്ട് ദേഹാഭിമാനം കളഞ്ഞിട്ട് അവൻ നിന്ന് തോറ്റു കൊടുത്താൽ, ഇവിടെ ഒരുപാട് പേരിങ്ങനെ തോക്കാൻ പറ്റത്തില്ല. എത്രമാത്രം ദുഷിച്ച കർമ്മങ്ങൾ ചെയ്തു വെച്ചാലും നമുക്ക് തോക്കാൻ കഴിയത്തില്ല, ജയിച്ച് നിൽക്കണം.
കാര്യം വല്ലതും ശരിയാണോ? തെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ജയിച്ചു നിൽക്കുന്നത്. ഇപ്പോൾ സീതയെ കൊണ്ടുവയ്ക്കുന്ന തെറ്റല്ലേ, എന്നിട്ട് അവൻ ജയിച്ചു നിൽക്കുക കൊടുക്കാതെ. അപ്പോൾ ശോകജര മരണാദികൾ നീക്കുവാൻ ആകയാൽ ദേഹാഭിമാനം കളക നീ. ആത്മാവ് നിർമ്മലന അവ്യന അദ്വൈനാത്മാനം ആത്മനാ കണ്ടു തെളിക നീ. ആത്മാവിനെ സ്മരിച്ചിടുക സന്തതം, ആത്മനി തന്നെ ലയിക്കുക നീ കേവലം. നമ്മുടെ ഉള്ളിലിരിക്കുന്ന പരമാത്മനെ തിരിച്ചറിയുക, എന്നിട്ട് നമ്മൾ അവിടെ ലയിക്കുക. പുത്രധാരാർത്ഥ ഗൃഹാദി വസ്തുക്കളിൽ സക്തി കളഞ്ഞ് വിരക്തനായി വാഴുക. ഈ ഭർത്താവ് അല്ലെങ്കിൽ ഭാര്യ, മക്കള്, വീട്, ധനം, ഇതൊക്കെയുള്ള വസ്തുക്കളിൽ സക്തി കളയുക. അതിലോട്ടുള്ള ആർത്തി, അതിലോട്ടുള്ള സംഘം കളഞ്ഞിട്ട് വിരക്തി നേടുക, വിരക്തനായിരിക്കുക. മനസ്സുകൊണ്ട് ഇതെല്ലാം ത്യജിച്ച് ഇരുന്നിട്ട് വിരക്തി നേടുക. സൂകര സ്വാതി ദേഹങ്ങളിലാകിലും ഭോഗം നരകാദികളിലും ഉണ്ടല്ലോ. അതായത് പിന്നെ പന്നിയോ നായോ ഇങ്ങനെയുള്ള മൃഗങ്ങൾക്കും മനുഷ്യർക്കും എന്താ വ്യത്യാസം? അറിവ് നമ്മൾ നേടിയില്ലെങ്കിൽ തുല്യമല്ലേ? മൃഗങ്ങൾക്ക് തുല്യമായിട്ടാണ് ഇപ്പം രാവണൻ കഴിയുന്നത്. കാരണം അറിവില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മൃഗത്തിന് തുല്യം തന്നെയാണ്. അറിയുന്നത് എന്തിനാണ്? നന്മ ചെയ്ത് സജ്ജനമായിട്ട് സ്നേഹിച്ച് ഈശ്വരങ്ങളിലേക്ക് ചേരാനുള്ള അറിവ് നമ്മളെ മനുഷ്യർക്കേ പറ്റൂ. അതെടുത്തില്ലെങ്കിൽ എന്താ അതിൻ്റെ അർത്ഥം? മൃഗം തന്നെയാണ്. അതുകൊണ്ട് സുഖരസ്വാദി ദേഹങ്ങളാകിലും ഭോഗം നരകാദികളിലും ഉണ്ടല്ലോ. ഈ മനുഷ്യർക്കും മൃഗങ്ങൾക്കെല്ലാം ഭോഗം എല്ലാവർക്കും ഉണ്ട്. ആഹാരം കഴിക്കണം, ഇന്ദ്രിയങ്ങളുടെ എല്ലാ ജോലികളും മൃഗങ്ങൾക്കും മനുഷ്യർക്കും തുല്യമുണ്ട്. പിന്നെ ഒത്തിരി അധികമുള്ളത് എന്തോ മനുഷ്യർക്ക് അറിവുണ്ടാകണം, അജ്ഞാനമായിട്ട് ജ്ഞാനം ഉണ്ടാകണം. അതാണ് വ്യത്യാസം. ഈ വ്യത്യാസം വരാത്രത്തോളം കാലം ആർക്ക് തുല്യം? മൃഗങ്ങൾക്ക് തുല്യമല്ലേ? ദേഹം വിവേകാഢ്യമായതും പ്രാപിച്ച് ഇതാഹന്ത പിന്നെ ദ്വിജത്വവും വന്നിതു. അങ്ങനെ വിവേകം വരുമ്പോൾ എന്ത് വരും? ബ്രഹ്മത്വം വരും, ദ്വിജത്വം വരും. കർമ്മഭൂവാമത്ര ഭാരതഖണ്ഡത്തിൽ നിർമ്മലം ബ്രഹ്മജന്മം ഭവിച്ചിടിനാൽ. അപ്പോൾ ഇത് നമ്മുടെ ഈ ഭാരതം കർമ്മക്ഷേത്രമാണ്. നമുക്ക് കർമ്മങ്ങൾ ചെയ്യുന്നവർ ഈ ഭാരതഖണ്ഡത്തിൽ ജനിച്ചത് എന്താ? നിർമ്മലം ബ്രഹ്മജന്മം ഭവിച്ചിടിനാൽ നമുക്ക് ബ്രഹ്മത്വമായി മാറാനാണ് നമ്മളിവിടെ ഈ ഭാരതഖണ്ഡത്തിൽ നമ്മൾ ജനിക്കുന്നത്. പിന്നെ ഉണ്ടാകുമോ ഭോഗത്തിൽ ആഗ്രഹം? ധന്യനായുള്ളവൻ ഓർക്കൂ മഹാമതേ. ധന്യനായുള്ളവർ മനസ്സിലാക്കൂ, നമുക്ക് പിന്നെ ഇതിൽ ഭോഗത്തിൽ ഇങ്ങനെ ആഗ്രഹം വന്നുകൂടാ. അതൊക്കെ ഒരു ലെവല് ഈ മഹർഷിമാരെ കണ്ടുപഠിക്കണം. എല്ലാ ആവശ്യങ്ങളുണ്ട്. പക്ഷേ നമ്മളോട് ഒന്നുകൂടെ എടുത്ത് ചെയ്യേണ്ടത് എന്താണ്? ഈശ്വരങ്ങളിലേക്ക് ചേരുക എന്നുള്ളതാണ്. എല്ലാം കർമ്മങ്ങളും ഉണ്ടെങ്കിൽ പോലും മുന്നിട്ട് നിൽക്കേണ്ടത് നമ്മൾ എവിടെ ചെന്ന് അവസാനിക്കണം? മൂലത്തിൽ പരമാത്മാവിൽ ലയിക്കുന്നതിനുള്ള കർമ്മം നമ്മൾ ചെയ്യണം. അതിനാണ് നമ്മൾ ഭാരതത്തിൽ ജനിക്കുന്നത്. അതുകൊണ്ട് പൗലസ്ത്യപുത്രനാം ബ്രാഹ്മണാഠ്യൻ ഭവാൻ ത്രൈലോക്യ സമ്മതൻ ഘോര തപോധനൻ. ഇദ്ദേഹം പൗലസ്ത്യൻ്റെ പുത്രനാണ്, ബ്രാഹ്മണാഠ്യനാണ്, ത്രൈലോക്യ സമ്മതനുമാണ്, ഘോര തപോധനനാണ്. എന്നിരിക്കെ ഒരു അജ്ഞാനിയെ പോലെ പിന്നെയും അഭിലാഷം ഇങ്ങനെയുള്ള വല്ല തപസ്സൊക്കെ ചെയ്ത ആളാണ്. ഒരുപാട് നല്ല നല്ല കീർത്തി, 3 ലോകത്തിലും കീർത്തിമാനാണ്, ബ്രാഹ്മണാഠ്യനാണ്. എന്നിട്ട് ഇപ്പം എന്താ ഇങ്ങനെ ഇത്രയും വന്നൊരു ആഗ്രഹം? ഈ സീതയോടുള്ള ആഗ്രഹം അത് ഭോഗമല്ലേ? ആ ഭോഗത്തിൽ എന്താ ഇങ്ങനെ അഭിലാഷം വന്നത്? ഇന്ന് തുടങ്ങി സമസ്ത സംഘങ്ങളും നന്നായി പരിത്യജിച്ചിടുക മാനസേ. ഇന്ന് തൊട്ട് നിങ്ങൾ രാവണനോട് പറയുന്നു, ഈ സുഖനാണ്, ഈ ദൂതനായി പോയ സുഖനാണ് ഇതെല്ലാം പറയുന്നത്. മോക്ഷമാർഗത്തിലേക്കുള്ള മാർഗം പറഞ്ഞു കൊടുക്കുക, ഉപദേശം കൊടുക്കുവാണ്. അദ്ദേഹത്തിനൊരു ശാപമുണ്ടായിരുന്നു. ആ ശാപം മാറിയതുകൊണ്ടാണ് ഇങ്ങനെ ഉപദേശം കൊടുക്കുക. അല്ലെങ്കിൽ അതിൽ ദാസനം ഭൃത്യനായിരുന്നു, രാവണൻ്റെ ഭൃത്യനായിട്ടാണ് ദൂതനായിട്ട് പോയത്. പക്ഷേ ഇപ്പം ശ്രീരാമനെ കണ്ടിട്ട് തിരിച്ചു വന്നാൽ ഇദ്ദേഹം ദേവനായി മാറും. അങ്ങനെ ഒരു ശാപം കിട്ടിയത്. അതുകൊണ്ടാണ് ഇപ്പം ഒരു ഗുരുവിനെ പോലെ ഉപദേശം കൊടുക്കുന്നത്. അത് അവന് രാവണൻ ഇഷ്ടപ്പെടത്തില്ല. ഇന്ന് തുടങ്ങി സമസ്ത സംഘങ്ങളും എല്ലാത്തിൻ്റെയും സംഘം നന്നായി പരിത്യജിച്ചിടുക മാനസ. മനസ്സിൽ നിന്നാണ് പറഞ്ഞേക്കുന്നത്. എല്ലാത്തിൻ്റെയും വിഷയം വിരക്തി വരിക, ത്യജിക്കുക. രാമനെ തന്നെ സമാശ്രയിച്ചിടുക. എന്നിട്ട് നമ്മൾ ഭഗവാൻ തന്നെ ആശ്രയിക്കൂ. രാമനാകുന്നതാത്മാ പരൻ അദ്വയൻ സീതയെ രാമന് കൊണ്ടുകൊടുത്ത് തൻ പാദപത്മ അനുചരനായി ഭവിക്ക നീ. ഭഗവാനെ അടുക്ക കൊണ്ട് സീതയെ കൊടുത്ത് ഭഗവാന്റെ പാദപത്മ അനുചരനായി പാദത്തിൽ നമ്മൾ എപ്പോഴും ഭഗവാനെ തന്നെ സേവിച്ചിരിക്കുക. സർവപാപങ്ങളിൽ നിന്നും വിമുക്തനായി ദിവ്യമാം വിഷ്ണുലോകം ഗമിക്കായി വരും. അല്ലായെങ്കിൽ ആശ കീഴ്പോട്ട് പോയി ചെല്ലും നരകത്തിലല്ല അത് സംശയം. ഒന്നുകിൽ ഇങ്ങനെ നരകത്തിൽ പോകേണ്ടി വരും. അതല്ലേ ഭഗവാനെ ഭജിച്ച് സീതയെ കൊടുത്തിട്ട് പരമാത്മ വിഷ്ണുലോകത്ത് പോയി ഇരിക്കാം. നല്ലതത്രേ ഞാൻ നിനക്ക് പറഞ്ഞത്. നല്ല ജനത്തോട് ചോദിച്ചു കൊള്ളടോ. ഞാനത് നല്ല കാര്യങ്ങളാണ് നിനക്ക് പറഞ്ഞു തന്നത്. ഇത് അറിയത്തില്ലെങ്കിൽ ഇത് മനസ്സിലാകാത്ത നല്ല സജ്ജനങ്ങളോട് ചോദിക്കൂ, അവർ പറഞ്ഞു തരും.
രാമേതി രാമേതി ജപിച്ചുകൊണ്ട് ആമയം വേറിട്ട് മോക്ഷവും ഭഗവാനെ പ്രാർത്ഥിച്ച് മോക്ഷം പ്രാപിക്കൂ. സൽസംഗമത്തോട് രാമചന്ദ്രൻ ഭക്തവത്സലം ശോകശരണ്യം ശരണദം ദേവം മരതകാന്തി കാന്തം രമാസേവിതം ശാപബാണായുധം രാഘവം സുഗ്രീവസേവിതം ലക്ഷ്മണ സംയുധം രക്ഷാ നിപുണം വിഭീഷണ സേവിതം ഭക്തിയാ നിരന്തരം ധ്യാനിച്ചു കൊള്ളിലോ മുക്തി വന്നില്ല സംശയം. ഭക്തിയാ ധ്യാനിച്ച് ഉറപ്പിച്ചാൽ നമുക്ക് മുക്തി വന്നിടും, അതിനൊരു സംശയവുമില്ല. ഇത്തം ശുഖവാക്യം അജ്ഞാനനാശനം. ശുഖന്റെ ഈ വാക്കുകളെല്ലാം അജ്ഞാനം പോകുന്നതാണ്, വിജ്ഞാനം ഉണ്ടാകും, അറിവുണ്ടാകാനാണ് ഇത്രയും ഉപദേശങ്ങൾ കൊടുത്തത്. അപ്പോൾ ഇത്രയും പറഞ്ഞപ്പോൾ നല്ല കേൾക്കുന്ന സജ്ജനങ്ങൾക്ക് അറിയാം ഇത് ഇത്ര നല്ല കാര്യങ്ങളാണ് പറഞ്ഞു. പക്ഷെ ഇവിടെ ദശാസൻ എന്താ പറയുക ശ്രുത്വ വെച്ചാൽ കേട്ടു. ശുകൻ പറഞ്ഞെല്ലാം കേട്ടിട്ട് ദശാസൻ രാവണൻ ക്രോധ താമ്രാക്ഷനായി ദഗ്ധനായി പോകും ശുകനെന്ന് തോന്നുമാർ അത്യന്ത രോഷണ നോക്കി ഉര ചെയ്താൻ. ഇപ്പം തന്നെ ദഹിച്ചു പോകുന്ന നോട്ടത്തിലൊരു നോട്ടം നോക്കി, രക്തം കലർന്ന കണ്ണോടുകൂടി ക്രോധ താമ്രാക്ഷൻ ദേഷിച്ച് ദഗ്ധനായി പോകും, ദഹിക്കുന്ന പോലെ ശുഗൻ ഇപ്പം ദഹിക്കും അങ്ങനെ തോന്നുമാറ് അത്യന്ത രോഷേണ നോക്കി ഉര ചെയ്ത് ദേഷിച്ചിട്ട് പറയുന്നു, ഭൃത്യനായുള്ള നീ ആചാര്യനെ പോലെ നിസ്ത്രമം ശിക്ഷ ചൊല്ലുവാൻ എന്ത് കാരണം? നീ എൻ്റെ ഭൃത്യനാണ്, നീ ഇവിടെ ഗുരു എപ്പോഴായത്? നീ ആചാര്യനെ പോലെ നിസ്ത്രമം ശിക്ഷ ചൊല്ലുവാൻ നീ എന്താ എന്നെ ശിക്ഷിച്ച് പറഞ്ഞു തരുന്നത്? നിന്റെ ശിഷ്യനാണോ ഞാൻ? നീ എനിക്ക് ആചാര്യൻ എപ്പോഴായത്? ഇതൊക്കെ ചോദിക്കുക. ഗുരുക്കന്മാരല്ലേ ഉപദേശങ്ങൾ കൊടുക്കുന്നത്? അതുകൊണ്ട് ഇവിടെ പറയുന്നു, ഭൃത്യനല്ലേ നീ ഭൃത്യനായുള്ള നീ ആചാര്യനെ പോലെ അത് ഗുരുവിനെ പോലെ നിസ്ത്രമം ശിക്ഷ ചൊല്ലുവാൻ എന്ത് കാരണം? പണ്ടു നീ ചെയ്തൊരു ഉപകാരമോർക്കയാൽ ഉണ്ട് കാരുണ്യം എനിക്കതുകൊണ്ട് ഞാൻ ഇന്ന് കൊല്ലുന്നതില്ലെന്ന് കൽപ്പിച്ചത് എൻ മുന്നിൽ നിന്ന് ആശു മറയത്ത് പോകാം. നീ മുമ്പ് എനിക്കൊരു ഉപകാരം ചെയ്തുകൊണ്ടാണ് നിന്നെ ഞാനിപ്പോൾ കൊല്ലാതെ വിടുന്നത്. അതുകൊണ്ട് നിനക്ക് മരണം വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിൽക്കൂ, മരണം വേണ്ടെങ്കിൽ ഇവിടുന്ന് മാറിപ്പോക്കോളൂ. കേട്ടാൽ പൊറുക്കരുത് അതൊരു വാക്കുകൾ കേട്ട് പൊറുക്കാൻ ക്ഷമയും എനിക്കില്ല. എനിക്ക് കേൾക്കാൻ പാടില്ലാത്ത ഈ വാക്കുകൾ കേട്ടാൽ എനിക്ക് ക്ഷമിക്കാൻ എനിക്ക് പൊറുക്കാൻ പറ്റുകയില്ല, എനിക്കതിന് ക്ഷമയില്ല. ആരാ പറയുന്നത്? രാവണൻ. സുഗൻ പറഞ്ഞ വാക്കുകൾക്ക് മറുപടി കൊടുക്കുവാണ്. എന്നോട് മുമ്പിൽ നീ കാൽക്ഷണം നിൽക്കിലോ വന്നുകൊണ്ടും മരണം നിനക്കെന്നുമേ എന്നത് കേട്ടു പേടിച്ചു വിറച്ചവനും ചെന്ന് തൻ മന്ദിരം പൊക്കിരുന്നിടിനാൻ. അങ്ങനെ അയാൾ ജോലിയൊക്കെ പോയി പറഞ്ഞിട്ട് കേട്ടില്ലല്ലോ. ശുഗൻ്റെ പൂർവ്വവൃത്താന്തം. ഈ ശുഗൻ എന്താണെന്ന് ഇവിടെ രാക്ഷസനോടുകൂടി ജനിച്ചു വന്നതിന് ശേഷം അതിന് മുമ്പേ ഉള്ള വൃത്താന്തമാണ് ഇനി പറഞ്ഞ ശുഗൻ ആരാണെന്നുള്ളത്. ബ്രാഹ്മണ ശ്രേഷ്ഠൻ പുരാ മുമ്പ് ശുഗൻ നിർമ്മലനായിരുന്ന ശുഗൻ മുമ്പ് ബ്രാഹ്മണശ്രേഷ്ഠനായിരുന്നു. ബ്രാഹ്മണ്യവും പരിപാലിച്ചു സന്തതം. ബ്രാഹ്മണ്യമൊക്കെ പരിപാലിച്ചുകൊണ്ടിരിക്കുന്ന നല്ലൊരു ശുഗനായിരുന്നു, നിർമ്മലനായിരുന്നു. പണ്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു. കാനനത്തിങ്കിൽ വാനപ്രസ്ഥനായി മഹാജ്ഞാനികളിൽ പ്രധാനത്വവും കൈക്കൊണ്ട് ദേവകൾക്ക് അഭ്യുദയാർത്ഥമായി നിത്യവും ദേവാരികൾക്ക് വിനാശത്തിനായിക്കൊണ്ടും ആരികൾ ശത്രുക്കളാണല്ലോ. അപ്പം ശത്രുക്കൾക്ക് വിനാശത്തിനായിക്കൊണ്ട്, അതായത് ദുഷ്ടനായിട്ടുള്ള അവരെ നോക്കേണ്ട കാര്യമില്ലല്ലോ, ദേവന്മാർക്ക് നന്മ വരുത്താനുള്ള യാഗങ്ങളൊക്കെ ചെയ്തു. എന്നാൽ ദുഷ്ടരായ രാവണനെ പോലുള്ളവർക്ക് വിനാശമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ യാഗാദി കർമ്മങ്ങൾ ചെയ്തു വീടിനാൻ. അങ്ങനെ ഇദ്ദേഹം നല്ല യാഗങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. കാനനത്തിൽ വാനപ്രസന്നൊക്കെ ആയിട്ട് നല്ല മഹാജ്ഞാനികളായിട്ട് അതിൽ ജ്ഞാനികളിൽ പ്രധാനിയായിരുന്നു. അങ്ങനെയെല്ലാം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ യോഗം ധരിച്ച് പരബ്രഹ്മനിഷ്ഠയാ വൃന്ദാരക അഭ്യുദയാർത്ഥിയായി, അതായത് ദേവന്മാർക്ക് ഇഷ്ടമുള്ളത് അഭ്യുദയ വെച്ചാൽ അവരുടെ നന്മയ്ക്ക് വേണ്ടി, ദേവന്മാരുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഇദ്ദേഹം ബ്രഹ്മനിഷ്ഠയാ എന്താ ചെയ്യുക, കർമ്മങ്ങളൊക്കെ ചെയ്തു, യാഗങ്ങളൊക്കെ ചെയ്തു. വൃന്ദാരക അഭ്യുദയാർത്ഥിയായി രാക്ഷസ നിന്ദാപരനായി, രാക്ഷസന്മാർക്ക് നിന്ദ ചെയ്തു. നിന്ദ ചെയ്തെന്നല്ല, അവർക്ക് വേണ്ടി ഗുണമൊന്നും ചെയ്യത്തില്ല. കാരണം രാക്ഷസന്മാർ ദുഷ്ടന്മാരല്ലേ, അവർക്ക് നന്മ ചെയ്താൽ എന്ത് വരും? ദുഷ്ടത്തരം കൂടത്തല്ലേ ഉള്ളൂ, അവരെ കുറയ്ക്കാൻ പറ്റില്ല. അവർ പറഞ്ഞാൽ കേൾക്കും. ഇപ്പം തന്നെ രാവണനോട് പറഞ്ഞിട്ട് അവൻ കേട്ടോ? ഇത്രയും ഗുണദോഷങ്ങൾ പറഞ്ഞിട്ട് അവൻ അത് മാറിയോ? ഇവനെ കൊല്ലാൻ ചെല്ലുമല്ലേ. അപ്പം ദുഷ്ടന്മാരെ വല്ലതും ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ട് ദുഷ്ടന്മാരായ രാക്ഷസന്മാർക്ക് നിന്ദിക്കുക ചെയ്യുക. അപ്പം നന്മ ചെയ്ത് ആർക്ക് വേണ്ടിയാണ്? ദേവന്മാർക്ക് വേണ്ടി. അപ്പം വൃന്ദാരക അഭ്യുദയാർത്ഥിയായിട്ട് രാക്ഷസ രാക്ഷസന്മാർക്ക് നിന്ദാപരനുമായി പോയി ഇദ്ദേഹം. അവർക്ക് ഗുണം ചെയ്തില്ല. അങ്ങനെ മരുവും ദശാന്തരം അങ്ങനെ ഇരുന്ന കാലത്ത് നിർജ്ജര വൈരികുല ശ്രേഷ്ഠനാകിയ, നിർജ്ജര വൈരി എന്ന് വെച്ചാൽ ദേവന്മാർക്ക് ശത്രുവായിട്ടുള്ള രാക്ഷസന്മാരുടെ ശ്രേഷ്ഠനായ ഒരു വജ്രദംശൻ മഹാദുഷ്ട നിശാചരനുണ്ടായിരുന്നു.
മഹാദുഷ്ടനെന്ന് വെച്ചാൽ ദുഷ്ടന്മാരിൽ ശ്രേഷ്ഠനായിരുന്നു ഈ വജ്രൻ. അവൻ എന്ത് ചെയ്തു? എന്തൊന്നു നല്ലു ശുക അപകാരത്തിനെന്ന് അന്തരവും പാർത്തിരിക്കും വിധു. ഉപകാരമല്ല അപകാരം. അതായത് ഈ ശുകനെ എങ്ങനെ നമുക്ക് ശല്യം ചെയ്യാം, എങ്ങനെ തൊലയ്ക്കാം, എങ്ങനെ അവനെ എങ്ങനെങ്കിലും ചതിക്കാം എന്ന് കരുതി ഈ വജ്രം എന്ത്, കാരണം അവർക്ക് നിന്ദയായിട്ട് തോന്നുന്നു. ദേവന്മാർക്ക് ആണ് നന്മ ചെയ്യുന്നതെന്ന് മനസ്സിലായപ്പോൾ ഈ ദുഷ്ടനായ വജ്രൻ എന്ത് ചെയ്തു? എങ്ങനെയെങ്കിലും തരം പാർത്തിരിക്കുന്നു ഈ ശുകനെ അപായപ്പെടുത്താൻ. അതാണ് അപകാരം. ഉപകാരം എന്ന് വായിക്കേണ്ട. ശുകൻ അപകാരത്തിനെന്ന് അന്തരവും പാർത്തിരിക്കും വിധവും കുംഭോത്ഭവന അഗസ്ത്യൻ ആശ്രമേ. ശുകന്റെ ആശ്രമത്തിൽ അഗസ്ത്യ മഹാമുനി കുംഭോത്ഭവൻ അഗസ്ത്യൻ ശുകന്റെ ആശ്രമത്തിൽ സംപ്രാപ്തനായാൻ ഒരു ദിവസം ബലാൽ. അങ്ങനെ ഒരു ദിവസം സന്തോഷത്തോടെ ചെന്നു ആശ്രമത്തിൽ. ആരാണ്? അഗസ്ത്യ മഹാമുനി. സംഭൂജിതന അഗസ്ത്യ തപോധനൻ സംഭോജനാർത്ഥം നിമന്ത്രിതനാകയാൽ. അതായത് അദ്ദേഹം അവിടെ ചെന്നപ്പോൾ ശുകൻ പറഞ്ഞു ആഹാരമൊക്കെ നന്നായി കഴിച്ച് തൃപ്തികരമായിട്ടൊക്കെ പോകണമെന്നൊക്കെ പറഞ്ഞപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്ത്? സ്നാതും ഗതേ മുനു, അതായത് കുളിക്കാൻ പോയി. കുംഭോത്ഭവേ തഥാ, അതായത് അഗസ്ത്യന് കുളിക്കാൻ പോയപ്പോൾ ധവൻ എന്ത് പാർത്തിരിക്കുക? ഇവനെ എങ്ങനെ വകപ്പെടുത്താൻ, ശുകനെ എങ്ങനെ അപായപ്പെടുത്താൻ നോക്കിയിരിക്കുന്നു വജ്രൻ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു ദിവസമാണ് അഗസ്ത്യമുനിയുടെ വന്നത് ആശ്രമത്തിൽ. അപ്പോൾ ആശ്രമത്തിൽ വന്ന് സൽക്കരിച്ചൊക്കെ വിടാന്ന് പറഞ്ഞപ്പോൾ അഗസ്ത്യമുനി കുളിക്കാൻ പോയി. ആ സമയം നോക്കി യാതുദാനാധിപൻ വജ്രദംഷ്ടാസുരൻ കുളിക്കാൻ പോയ സമയം നോക്കി ഈ യാതുദാനാധിപൻ വെച്ചാൽ ഈ വജ്രൻ രാക്ഷസന്മാരെക്കാളും യാതുധാനാധിപൻ എന്ന് പറയുന്നത്. രാക്ഷസനായ ഈ വജ്രൻ വജ്രദംഷ്ട്രാസുരൻ, വജ്രദംഷ്ട്രം അത്രയുള്ള അസുരൻ ചെന്നാൻ അഗസ്ത്യ രൂപം ധരിച്ച് അന്തരാ ചൊന്നാൻ. ശുകനോട് മന്ദഹാസാനിത് കുളിക്കാൻ പോയാൽ തിരിച്ചു വന്നതുപോലെ. പിന്നെ ശുകൻ വിചാരിക്കും കുളിക്കാൻ പോയ അഗസ്ത്യമുനി തിരിച്ചൊന്ന് വന്നതായിരിക്കുമെന്ന്, എന്തെങ്കിലും പറയാൻ വന്നതായിരിക്കുമെന്ന് ധരിച്ചു. ആരായാലും അങ്ങനെ ധരിക്കും. കാരണം എന്താ? അഗസ്ത്യ മഹാമുനിയുടെ വേഷത്തിലാണ് ഈ മായ കൊണ്ട് ഈ വജ്രൻ അവിടെ വന്നേക്കുന്നത്. ശുകൻ്റെ അടുക്ക വന്നത് പിന്നെ അഗസ്ത്യ മഹാമുനിയുടെ വേഷത്തിലാണ് വന്നേക്കുന്നത്. അഗസ്ത്യ മഹാന് കുളിക്കാൻ പോയേക്കുക. അഗസ്ത്യൻ ഇതൊന്നും അറിയുന്നില്ല. പക്ഷേ ഈ ശുകൻ വിചാരിക്കും അഗസ്ത്യ മഹാവിന് കുളിക്കാൻ പോയിട്ട് തിരിച്ചൊന്ന് വന്നതായിരിക്കുമെന്ന്. എന്തെങ്കിലും കാര്യത്തിൽ പറയാനോ എടുക്കാനോ വന്നു. നമ്മളങ്ങനല്ലേ ഒരു യാത്ര അങ്ങോട്ട് പോകുമ്പോൾ തിരിച്ചു കയറത്തില്ലേ? അതുപോലെ ധരിച്ചു. ഒട്ടുനാൾ അപ്പോൾ പറയുന്നു, അഗസ്ത്യൻ പറയുന്നത് പോലെ പറയുവാണ്. ഒട്ടുനാളുണ്ട് മാംസം കൂട്ടി ഉണ്ടിട്ട് മൃഷ്ടമായി ഉണ്ണേണം ഇന്ന് നമുക്കടോ. നമുക്ക് നന്നായി ഒരു ഇറച്ചിക്കറിയും കൂട്ടി നിന്ന് കഴിക്കണം, ആഹാരം കഴിക്കണം എന്ന് അഗസ്ത്യ മഹാമുനി പറയുന്നത് പോലെ ഈ ദുഷ്ടൻ ശുകനോട് പറഞ്ഞു. അപ്പം ദുഷ്ടനാണെന്നൊന്നും ഈ ശുകൻ അറിയില്ല. അഗസ്ത്യ മഹാമുനിനെ അറിയാവൂ. കാരണം വേഷഭൂഷാദികളെല്ലാം അങ്ങനെയാണ്. ചാകമാംസം വേണമല്ലോ കറി മമ ത്യാഗിയല്ലോ ഭവാൻ ബ്രാഹ്മണ സത്തമൻ. ഇന്ന് ആട്ടിൻ മാംസം കൊണ്ട് കറി വെച്ച് നമുക്കിന്ന് കഴിക്കണം എന്നൊക്കെ പറഞ്ഞു. എന്നളവേ ശുകൻ പത്നിയോടും തഥാ ചൊന്നാൻ. അത് അങ്ങനെയെന്ന് അവളും ചൊന്നാൾ. ഇങ്ങനെ പറഞ്ഞപ്പോൾ ശുകൻ്റെ ഭാര്യയല്ലേ വേവിക്കുന്നതൊക്കെ. ഭാര്യ അടുത്ത് പറഞ്ഞു ഇങ്ങനെ വേണം. പക്ഷേ ഇത് പറഞ്ഞിട്ട് മറ്റോ ഇതിൻ്റെ മധ്യേ എന്ത് ചെയ്തു? ഈ ഭാര്യയോടെ നിൽക്കുന്ന അപ്പോഴാരാണെന്നറിയാമോ? ശുകൻ്റെ ഭാര്യയും അല്ല, ഇവൻ തന്നെ വേഷം കെട്ടി ഭാര്യയായിട്ട് നിൽക്കുക മധ്യേ ഇതിനിടയ്ക്ക്. അപ്പം വീണ്ടും ഇത് പറഞ്ഞിട്ടുടനെ കുളിക്കാൻ അങ്ങ് പോകുന്നല്ലേ ധരിക്കത്തുള്ളൂ. അയാൾ അവിടെ അങ്ങ് ആൾമാറാട്ടത്തിൽ മാറി ഉടനെ അങ്ങ് ഭാര്യയായി മാറി. അപ്പം ശുകൻ വിചാരിക്കും ഇതത്രയും പറഞ്ഞിട്ട് കുളിക്കാൻ പോയി കാണും വീണ്ടും എന്ന് ധരിക്കും. ഇവൻ ഇതിനിടയ്ക്കൂടെ ഭാര്യയായി മാറി. അപ്പം അവളോടാണ് പറയുന്നത്, ഈ വജ്രനോട് തന്നെയാണ് ഈ പറയുന്നത് മധ്യേ. അപ്പം ഇതിനിടയ്ക്ക് ശുകപത്നി വേഷം ധരിച്ചവൻ ആണ്. അപ്പം ശുകൻ വിചാരിക്കും മഹർഷി ചോറ് നന്നായിട്ട് കറി കൂട്ടി കഴിക്കണം വേണ്ടി കുളിക്കാൻ പോയെന്ന് ധരിച്ചു. ഇവൻ പെട്ടെന്ന് അങ്ങോട്ട് മാറി സ്ത്രീ വേഷം കെട്ടി വന്ന് ആരായിട്ടാ? ശുകൻ്റെ ഭാര്യയുടെ രീതിയിൽ, ആ വേഷത്തിൽ. അപ്പോൾ ശുകൻ പറഞ്ഞു പത്നിയോട് പറഞ്ഞു, അപ്പം മധ്യേ ശുകപത്നി വേഷം ധരിച്ചവൻ ചിത്തമോഹം വളർത്തിയിടാൻ മായയാ. മായ കൊണ്ട് ഇങ്ങനെ ആർക്കും മോഹം വളർത്തുന്ന രീതിയിൽ സുന്ദരമായിട്ട് അവൻ അവിടെ അഭിനയിച്ചു. മർത്യമാംസം വിളമ്പി കൊടുത്താൽ അപ്പം അതെല്ലാം അവിടെ സംഭവിച്ചു. ആഹാരമൊക്കെ ആയി, കറിയും വെച്ചു. അപ്പോൾ എന്താ കൊടുത്തേക്കുന്ന? മർത്യമാംസം, മനുഷ്യൻ്റെ മാംസം. മർത്യമാംസം വിളമ്പി കൊടുത്ത് അൻപോട് തത്രയോ വജ്രദംഷൻ മറഞ്ഞിടിനാൻ. പെട്ടെന്ന് തന്നെ ഇതൊക്കെ വെച്ചു. കുളിക്കാൻ വന്ന ആളിന് പെട്ടെന്ന് വിളമ്പി കൊണ്ട് അയാൾ അപ്പോഴേ അങ്ങ് മറഞ്ഞു. അയാളങ്ങ് പോയി. വജ്രൻ അവിടെ നിന്നാൽ ശരിയാവില്ല, മഹർഷി മനസ്സിലാക്കത്തില്ലയോ? അതുകൊണ്ട് വിളമ്പി വച്ചിട്ട് അയാൾ ദുഷ്ടൻ പോയി. മർത്യമാംസം വിളമ്പി കൊടുത്ത് അൻപോട് തത്രൈവ വജ്രദംഷൻ മറഞ്ഞിടിനാൻ. അവിടെ നിൽക്കും മറയാമല്ലോ, പെട്ടെന്നേക്ക് മാറാമല്ലോ. മർത്യമാംസം കണ്ടു മൈത്രാവരുണിയും. മർത്യമാംസം കണ്ടപ്പോൾ മൈത്രാവരുണി അഗസ്ത്യൻ ക്രുദ്ധനായ ക്ഷിപ്രം ശുകനെ ശപിച്ചു.
പെട്ടെന്ന്, കാരണം ആർക്കാരും ദേഷ്യം വരത്തില്ല. മാംസം കഴിക്കാത്ത ഒരാളുടെ മുമ്പിൽ മനുഷ്യൻ്റെ മാംസം കൊണ്ട് വെച്ചാൽ ഇത്രമാത്രം ഇതാ. അപ്പോൾ പെട്ടെന്നൊക്കെ ദേഷ്യം വന്ന് അഗസ്ത്യ മഹാമുനി ശാപിച്ച് സുഗനെല്ലി ചെയ്ത് വെച്ചേക്കുന്നത്, നെല്ലി ധരിച്ചിരിക്കുന്നത്. ഇത് സ്വന്തം ഭാര്യയായിട്ടൊന്ന് അഭിനയിച്ച് ആരാ ചെയ്തു വെച്ചേക്കുന്നത്? ഈ വജ്രദംഷനാണ് ചെയ്തു വെച്ചേക്കുന്നത്. അങ്ങനെ ശുഭനെ ശപിച്ചു. മർത്യരെ ഭക്ഷിച്ച് രാക്ഷസനായി ഇനി പൃഥ്വിയിൽ വാഴുക മത്തവോ വൈഭവാൽ. എൻ്റെ തപത്തിൻ്റെ ശാപം കൊണ്ട് നീ എവിടെ പോയി കിടക്കണം? രാക്ഷസ കുലത്തിൽ ചെന്ന് അവരെ രാക്ഷസന്മാർക്ക് എന്താ മനുഷ്യമാംസം തിന്നുന്നവരാണല്ലോ, അങ്ങനെ പോയി ചെന്ന് അവിടെ പൃഥ്വിയിൽ പോയി വാഴുക എന്ന് ശാപിക്കുകയും ചെയ്തു. ഈ ശുഗൻ നല്ലവനാ, പക്ഷെ അറിയാതെ ചെയ്ത അബദ്ധം. ആര് ചെയ്ത അബദ്ധം? മഹാമുനി അറിഞ്ഞില്ല. ഇദ്ദേഹമാണ് ഇങ്ങനെ ചെയ്തു കൊടുത്താൽ വിചാരിച്ചിരിക്കുന്നത്. പക്ഷെ ശുഗൻ വല്ല തെറ്റും ചെയ്തോ? ഒന്നും ചെയ്തിട്ടില്ല. അറിയാതെ വന്ന അപരാധം. ഇരുകൂട്ടർക്കും അങ്ങനെ തന്നെയാ. എന്നുവെച്ചാൽ മഹാമുനിക്ക് ഈ മർത്യമാംസം കണ്ട അങ്ങനെ ഇന്നലെ ശപിക്കുമ്പം പെട്ടെന്ന് എല്ലാം സംഭവിക്കുന്നു. അങ്ങനെ പൃഥ്വിയിൽ ഭൂമിയിൽ വാഴുക മത്തപോ വൈഭവാൽ. യുദ്ധം ശപിച്ചത് കേട്ട് ശുഗൻ താൻ എത്രയും ചിത്രം, ഇത് എന്തൊരു കാര്യം, എന്തെങ്കിലും ശപിക്കാൻ കാണും, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? ശുഗൻ ചിന്തിക്കുന്നു, ഇതെന്ത് കാരണം ഇങ്ങനെ ചിത്രം, ഇത് അത്ഭുതമായിരിക്കുന്നല്ലോ. എന്നിട്ട് പറയുന്നു, യുദ്ധം ശപിച്ചത് കേട്ട് ശുഗൻ താൻ എത്രയും ചിത്രം, എന്തൊരു കാരണം? മാംസോത്തരം ഭുജിക്കണം എനിക്കെന്ന് ശാസന ചെയ്ത് മറ്റാരുമല്ലല്ലോ, പിന്നെ അതിന് കോപിച്ച് ശപിച്ചതും എൻ്റെ ദുഷ്കർമ്മം എന്നേ പറയുന്നത്. എൻ്റെ ദുഷ്കർമ്മ ഫലം തന്നെ, അല്ലെങ്കിൽ എനിക്ക് ഇറച്ചി കൂട്ടി കഴിക്കണമെന്ന് പറഞ്ഞ ആളിപ്പോൾ ഇതാ തിരിഞ്ഞിരിക്കുന്നു. ഇതെന്താ കാരണം? ഞാനല്ലല്ലോ പറഞ്ഞത്, അഗസ്ത്യ മഹാമുനി അല്ലയോ പറഞ്ഞത് എനിക്കിന്ന് ഇറച്ചി കറി കൂട്ടി കഴിക്കണമെന്ന്. ഇത് ശുഗൻ അവിടെ നിന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ദുഷ്കർമ്മമെന്നല്ലേ പറയാവൂ. ചൊല്ല് എന്ത് പറഞ്ഞത് നീ സഹേ, നീ എന്താ പറയുന്നത് എന്ന് ചോദിക്കുന്നത്. കാരണം അദ്ദേഹത്തിന് അത്ഭുതം, ഞാൻ എന്ത് പറഞ്ഞു, ഞാൻ ഇറച്ചിവിട്ട് ഞാൻ പറഞ്ഞു. ഇതൊക്കെയാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. അഗസ്ത്യമുനി ചൊല്ല് എന്ത് പറഞ്ഞത് നീ സഖേ, എന്താ സുഹൃത്തെ നീ പറയുന്നത്? നല്ല വൃത്താന്തം ഇത് എന്നോട് ചൊല്ലണം. എന്താ പറയുന്നത്? എന്തായാലും നീ എന്നോട് പറയൂ, ഞാൻ അറിയണ്ടേ. അവിടെ നല്ല വൃത്താന്തം ഇത് എന്നോട് ചൊല്ലണം എന്നത് കേട്ട് ശുഗനും അഗസ്ത്യനോട് അന്നേരം ആശു സത്യം പറഞ്ഞിട്ട് ഞാൻ മജ്ജനത്തിന് എഴുന്നള്ളിയത് കുളിക്കാൻ എഴുന്നള്ളിയ ശേഷം ഈ ജനത്തോട്, അതായത് എന്നോട് വീണ്ടും വന്ന് അരുൾ ചെയ്തു, വ്യഞ്ജനമാംസ സമന്വിതം വേണമെന്ന് അഞ്ജസ ഞാനത് കേട്ടത് ചെയ്തതും. എന്നോട് വന്ന് പറഞ്ഞു, കുളിക്കാൻ പോയ ആൾ തിരിച്ചു വന്ന് എന്നോട് പറഞ്ഞു, വ്യഞ്ജനമാംസം ആട്ടിൻമാംസം കഴിക്കണമെന്ന് പറഞ്ഞല്ലോ എന്ന്. അഞ്ജസ ഞാനത് കേട്ടത് ചെയ്തു വെച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ ഇത്തം ശുഗോക്തികൾ കേട്ടൊരു അഗസ്ത്യനും ഇങ്ങനെ ശുഗൻ പറഞ്ഞപ്പോൾ അഗസ്ത്യൻ എന്ത് പറയുന്നു? ചിത്തേ മുഹൂർത്തം വിചാരിച്ചെന്ന് അരുളി. അതെന്താ ഇങ്ങനെ സംഭവിച്ചു? ഞാനങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ഒന്ന് ചിന്തിച്ചു, അല്പം ഒന്ന് ചിന്തിച്ച്, മുഹൂർത്തം മാത്രം ഒന്ന് ചിന്തിച്ച്, വൃത്താന്ത ഉൾക്കാമ്പ് കൊണ്ട് കണ്ടോരളവ് ഉൾത്താപമോട് അരുൾ ചെയ്താൻ അഗസ്ത്യ ഉള്ളിൽ ഭയങ്കര വിഷമമായി. അദ്ദേഹം അത് പറഞ്ഞിട്ടുമില്ല. ശുഗൻ അത് കേട്ടിട്ട് ഇങ്ങനെ ചെയ്തു. അപ്പോൾ ഇതെന്ത് സംഭവിച്ചതിനിടയ്ക്ക് എന്തോ വന്നിട്ടുണ്ടല്ലോ എന്ന് ശുഗമഹാമൻ ചെയ്തിട്ട് വഞ്ചിതന്മാരായ വയൻപത യാമിനി സഞ്ചാരികളത് ചെയ്തു. ഇത് യാമിനി സഞ്ചാരി, ഇത് രാത്രിഞ്ചരന്മാർ ചെയ്ത പണിയാണെന്ന്. നമ്മൾ വഞ്ചിതരായി, നമ്മളെ വഞ്ചിച്ചു. വയംബദ യാമിനി സഞ്ചാരികൾ, ഇത് രാത്രി സഞ്ചാരികളാണ് ഇത് ചെയ്തത് എന്ന് അഗസ്ത്യ മഹാമുനിക്ക് മനസ്സിലായി. ഞാനും അതിമൂഢനായ ചമഞ്ഞേൻ ബലാൽ ഊനം വരാ വിധി തന്മതം എന്നുമേ. അതായത് ഞാനും ഇത് മൂഢനായി ചമഞ്ഞല്ലോ, ബലാൽ ഊനം വരാ വിധി തന്മതം എന്നുമേ. മിഥ്യയായി വന്നുകൂടാ മമ ഭാഷ, എൻ്റെ വാക്കുകൾ വെറുതെ വരത്തില്ല. ശപിച്ചു പോയില്ലേ, അത് അനുഭവിച്ചല്ലേ പറ്റൂ. ശുഗൻ തെറ്റ് ചെയ്തില്ലേലും അനുഭവിച്ചല്ലേ പറ്റും. അതുകൊണ്ട് മിഥ്യയായി വന്നുകൂടാ, ഞാൻ വെറുതെ വരത്തില്ല ഈ ഭാഷിതം. സത്യപ്രധാനനല്ലോ നീയുമാകെ, നീ സത്യവാനാണല്ലോ. നീയും നല്ലത് വന്നുകൊടും മേൽ നിർണയം കല്യാണമായി ശാപമോക്ഷം നൽകുവാൻ. ഞാനതുകൊണ്ട് നിനക്ക് മംഗളം ഭാവിക്കും, നിനക്ക് നല്ലത് വരും, അത് ഞാനത് ശാപം മോക്ഷം തരുന്നുണ്ട് എന്ന് അദ്ദേഹം അങ്ങനെ ചെയ്യാൻ പറ്റും. അതാണ് ഇദ്ദേഹം ശ്രീരാമന്റെ അടുക്കലോട്ട് ദൂതനായി പോയതും ഇതെല്ലാം അതിൻ്റെ കാരണങ്ങളാണ്. ഇപ്പം ദേവന്മാരുമായിട്ടുള്ള ഇതായി, കാരണം ആചാര്യനായി പറഞ്ഞു കൊടുക്കുന്ന ഉപദേശം കൊടുക്കുന്ന ഒരാളായി മാറി പെട്ടെന്ന് തന്നെ ശ്രീരാമനെ കണ്ടപ്പോൾ. ശ്രീരാമപത്നിയെ രാവണൻ കൊണ്ടുപോയി ആരാമസീമനി വച്ചുകൊള്ളും ദൃഢം. എന്നിട്ട് ഇതിൻ്റെ ശാപത്തിന് മോക്ഷം കൊടുത്തേക്കുന്നേ ഇതാ പറയുന്നത്. ഒരിക്കൽ ശ്രീരാമപത്നിയെ രാവണൻ കൊണ്ടുപോകും. അപ്പോൾ ആരാമസീമനി വച്ചുകൊള്ളും ദൃഢം, രാവണൻ്റെ ആരാമസീമൻ അടുത്ത് കൊണ്ടുവന്ന് വയ്ക്കും ഈ വൃക്ഷച്ചുവട്ടിൽ. അത് മഹാമുനി തന്നെയാണ് അന്ന് പറഞ്ഞ വാക്കാണ്. അങ്ങനെ രാവണ ഭൃത്യനായി നീയും വരും ചിരം. അപ്പോൾ അവൻ്റെ ഭൃത്യനായിട്ട് നീ അവിടെ ചെല്ലും. ഈ ശാപം വന്നപ്പം രാവണ വൃത്തി ജനിക്കണ്ടേ. അപ്പം ഈ ശുഗൻ അപ്പോൾ രാവണൻ്റെ അവിടെ ചെല്ലും. അവിടെ നീ ജനിക്കും. അവിടെ രാവണൻ്റെ ഭൃത്യനായി നീ വരും. കേവലം നീ അവൻ ഇഷ്ടനായും വരും. നീ ഇഷ്ടനായും വരും. ഇഷ്ടനാവുന്ന രീതിയിൽ അവിടെ സംഭവം. അതുകൊണ്ടല്ല ദൂതനായിട്ട് വിട്ടത് പോലും. അത്രമാത്രം എന്തോ ഒരു ഉപകാരം രാവണന് ഇദ്ദേഹം ചെയ്തു കൊടുത്തതുകൊണ്ട് ഇഷ്ടനായി. രാഘവൻ വാനരസേനയുമായി ചെന്നൊരാകുലമെന്നിയെ ലങ്കാപുരാന്തികയെ 4 പുറവും വളഞ്ഞിരിക്കുന്നൊരു കാലം
അവസ്ഥയറിഞ്ഞ് വന്നിടുവാൻ നിന്നെ അയക്കും ദശാനൻ. അന്ന് നീ ചെന്ന് വണങ്ങുക രാമനെ സാദരം. 4 വശവും പിന്നെ കുരങ്ങന്മാരെല്ലാം വന്ന് നിറയും ലങ്കാപുരത്തിൽ. അങ്ങനെ ഇരിക്കുമ്പോൾ നിന്നെ ദൂതനായിട്ട് രാവണനെ അയക്കുമ്പോൾ നീ ശ്രീരാമനെ പോയി കാണും. അന്ന് നിനക്ക് ശ്രീരാമനെ ചെന്ന് വണങ്ങണം. അപ്പോൾ ഇതെല്ലാം അതാണ് അവന് കൊടുത്ത മോക്ഷം. ശാപത്തിന് ഒരു പ്രതിവിധി. അഗസ്ത്യ മഹാമുനി ഇങ്ങനെ പറഞ്ഞു. ഒരു സമയത്ത് രാവണൻ അവിടെ സീതയും കൊണ്ട് ചെല്ലും. ശ്രീരാമൻ്റെ അന്ന് നിന്നെ അവിടെ രാവണൻ്റെ ഭൃത്യനാക്കി വയ്ക്കും. നീ അവൻ ഇഷ്ടപ്പെടുന്നവനായിരിക്കും. നിന്നെ ദൂതനായിട്ട് വിടും. ശ്രീരാമൻ്റെ വിവരങ്ങൾ അറിഞ്ഞു വരാൻ അന്ന് ശ്രീരാമനെ കാണും. അപ്പോൾ ശ്രീരാമൻ്റെ പാദത്തിൽ നീ വണങ്ങും. അപ്പോൾ നിനക്ക് ഈ മോക്ഷം വരും. ഈ പിന്നെ രാക്ഷസൻ്റെ രൂപം മാറി നിനക്ക് നന്മ വരും. നീ ദേവനായി മാറും. പിന്നെ വിശേഷങ്ങളൊന്നും ഒഴിയാതെ പോയി ചെന്ന് ദശമുഖൻ തന്നോട് ചൊല്ലുക. അങ്ങനെ ഇതാണ് ശുഗൻ പുരാവൃത്തം. അങ്ങനെ നിന്നെ അയക്കും ദശാനൻ. അന്ന് നീ ചെന്ന് വണങ്ങുക രാമനെ സാദരം. പിന്നെ എന്ത് ചെയ്യണം? വണങ്ങിയിട്ട് പിന്നെ വിശേഷങ്ങളൊക്കെ ഒന്നൊഴിയാതെ ചെന്ന് പറയണ്ടേ? ദൂതനായിട്ട് വിട്ടേക്കുമല്ലേ? രാവണനടുക്കെ ചെന്ന് വിവരങ്ങൾ പറയണ്ടേ? അങ്ങനെ പിന്നെ വിശേഷങ്ങൾ ഒന്നൊഴിയാതെ പോയി ചെന്ന് ദശമുഖൻ തന്നോട് ചൊല്ലണം. ശ്രീരാമൻ എന്താ സീതയെ ഒന്ന് കൊടുക്കൂ, ഇല്ലെങ്കിൽ യുദ്ധം ചെയ്യാൻ ഇരിക്കൂ, ആ ഒരു വാക്കൊക്കെ എന്ന് പറയണ്ടേ? അങ്ങനെ ചെന്ന് പറയണം. രാവണന് ആത്മതത്വ ഉപദേശം ചെയ്യണം. ഇപ്പം രാവണന് ഉപദേശം കൊടുത്തോണ്ടിരിക്കുക. രാവണൻ ആത്മതത്വ ഉപദേശം ചെയ്ത് ദേവപ്രിയനായി വരും പുനരാശു നീ. അപ്പോഴങ്ങനെ രാവണന് വേണ്ടുന്ന ഉപദേശങ്ങൾ കൊടുക്കുമ്പോൾ നീ ദേവപ്രിയനായി വരും. ഇപ്പം ദേവപ്രിയനായി വന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം ഉപദേശങ്ങളൊക്കെ കൊടുത്ത്. അങ്ങനെ ഇദ്ദേഹത്തിന് ഇതെങ്ങനെ സംഭവിച്ചു എന്ന് നമുക്കറിയാൻ വേണ്ടിയാണ് ഈ പുരാവൃത്തം ഇങ്ങനെ ഇതാണ് സംഭവം. ദേവപ്രിയനായി വരും പുനരാശു നീ. രാക്ഷസ ഭാവം അശേഷം ഉപേക്ഷിച്ച് സാക്ഷാൽ ദ്വിജത്വവും വന്നുകൂടും. നിനക്ക് രാക്ഷസന്മാരുടെ സർവ്വ ദോഷങ്ങളും അവരുടെ സ്വഭാവങ്ങളെല്ലാം മാറിയിട്ട് സാക്ഷാൽ നിനക്ക് ദ്വിജത്വം, ബ്രഹ്മത്വം, ബ്രാഹ്മണത്വം വന്നുകൂടും ദൃഢം. അതാണ് മോക്ഷം. ശാപിച്ചെങ്കിലും അഗസ്ത്യ മഹാമുനി ഇങ്ങനെ ആയി വരുമെന്നുള്ള അതിന് ഒരു പോം വഴി കൂടെ കൊടുത്തു. യുദ്ധം അനുഗ്രഹിച്ച് കലശോത്ഭവൻ സത്യം തപോധന വാക്യം മനോഹരം. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ ഈ തപോധന വാക്യം എത്ര സത്യമാണ്. അതാണ് അദ്ദേഹം ചിന്തിക്കുക എത്ര മനോഹരമായിരിക്കുന്നത്. കാരണം ഉപദേശം കൊടുക്കാനും അന്ന് പറഞ്ഞ വാക്ക് അദ്ദേഹം ഓർത്ത്. ശുഗൻ ഇപ്പം അവിടെ നിന്നെല്ലാം പിരിഞ്ഞ് ദേവനായിട്ട് മാറിയപ്പോൾ ഇദ്ദേഹം ഓർക്കുന്നു, എന്ത് ആ താമസൻ്റെ വാക്കുകൾ എത്ര സത്യമായി വന്നിരിക്കുന്നു എന്നൊക്കെ ശുഗൻ മനസ്സിലാക്കുന്നു. അങ്ങനെ അദ്ദേഹം ദേവനായി മാറി. അവിടെ നിന്ന് പോയി. ഇനി മാല്യവാൻ്റെ വാക്യം. മാല്യവാൻ്റെ വാക്യം വെച്ചാൽ ഇനി അടുത്ത രാവണന് ഉപദേശം കൊടുക്കുന്നത് അവിടെ അച്ഛനും അമ്മയൊക്കെ വന്നിട്ടുണ്ട്. അതാണ് ചാരനായൊരു ശുഗൻ പോയ അനന്തരം അദ്ദേഹത്തിൻ്റെ ഭൃത്യനായി നിന്നാലോ ചാരനായിട്ട്. കാരണം ദൂതനായിട്ടൊക്കെ പോകുന്നൊക്കെ ചാരന്മാരുടെ ഇതല്ലേ, ആ ഒരു ജോലിയായിരുന്നല്ലോ ശുഗന്. അങ്ങനെ ശുഗനിപ്പം ദേവനായി മാറിയിട്ട് അവിടുന്ന് പോയി. ശുഗൻ പോയൊരനന്തരം പോയതിന് ശേഷം ഘോരനാം രാവണൻ വാഴുന്ന മന്ദിരേ വന്നിതു രാവണ മാതാവ് തൻ പിതാ. അതായത് അങ്ങനെ ശുഗൻ പോയതിന് ശേഷം അവിടെ ആര് വന്നു? രാവണന് ഉപദേശം കൊടുക്കാൻ മാതാവും പിതാവും വന്നു. ഖിന്നനായ രാവണനെ കണ്ടു ചൊല്ലുവാൻ സൽക്കാരവും കുശലപ്രശ്നവും ചെയ്ത് രക്ഷോവരനും ഇരുത്തി യഥോചിതം കൈകസീതാതൻ മതിമാൻ വിനീതിമാൻ എന്നുവെച്ചാൽ ഈ രക്ഷോവരനും ഇരുത്തി ഈ തന്തി തള്ളെ ഇരുത്തി യഥോചിതം സൽക്കരിച്ചു. കൈകസീതാതൻ അവരുടെ മാതാവിനെയും പിതാവിനും മതിമാൻ വിനീതിമാൻ കൈകസി നന്ദനൻ തന്നോട് ചൊല്ലുവൻ ഞാൻ തവ നല്ലത്. പിന്നെ പറയുവാണ് മകനോട് സന്തോഷമായിട്ട് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണ്ടേ, ദോഷങ്ങളൊക്കെ മാറ്റണ്ടേ. അച്ഛനും അമ്മയല്ലേ, അവർക്ക് വിഷമമില്ലേ രാവണൻ ഇങ്ങനെ തുടങ്ങിയാൽ. ചൊല്ലുവൻ ഞാൻ തവ നല്ലത്. പിന്നെ നീ എല്ലാം നിനക്കൊത്ത പോലെ അനുഷ്ഠിക്കുക. ഞാൻ നല്ല കാര്യങ്ങൾ പറഞ്ഞുതരാം, പിന്നെ നിൻ്റെ ഇഷ്ടം പോലെ ആയിക്കോ. ദുർനിമിത്തങ്ങൾ ഈ ജാനകി ലങ്കയിൽ വന്നതിൽ പിന്നെ പലതുണ്ട് കാണുന്നു. ജാനകി ലങ്കയിൽ കൊണ്ടതിന് ശേഷം ഒരുപാട് വിഷമങ്ങൾ ഇവിടെ കാണുന്നു. കണ്ടിയിലെയോ നാശഹേതുക്കളായി ദശകണ്ഠ പ്രഭോ നീ നിരൂപിക്കാം മാനസേ. ദാരുണമായി ഇടിവെട്ടുന്നത് അന്മുഖം. അത്രമാത്രം ഇടിവെട്ടുന്ന പോലുള്ള ദാരുണമാ ഇവിടെ ആകുന്നു. ചോരയും പെയ്യുന്നത് ഉഷ്ണമായ എത്രയും. ഇവിടെ എല്ലാം മഴ പെയ്യും. ചുവന്ന മഴ എന്ന് കേട്ടില്ലേ. എന്നിട്ടോ ഉഷ്ണമായ എത്രയും ദേവലിംഗങ്ങൾ ഇളകി വിയർക്കുന്നു. ദേവന്മാരുടെ പ്രതിമകളെല്ലാം ഇളകുന്നു, വിയർക്കുന്നു. ദേവിയാ കാളിയും ഘോര ദംഷ്ടാന്വിതം നോക്കുന്ന ദിക്കിൽ ചിരിച്ചു കാണാകുന്നു. ദേവിയാണെങ്കിൽ കാളി രൂപത്തിൽ ഘോര ദംഷ്ടങ്ങളായിട്ടുണ്ട്. നോക്കത്തെല്ലാം ചിരിച്ചു കാണുന്നു. ഗോക്കളിൽ നിന്നു ഖരങ്ങൾ ജനിക്കുന്നു. പശുക്കളിൽ നിന്ന് കഴുതകൾ ജനിക്കുന്നു കുട്ടികളായിട്ട്. മൂഷികൻ മദ്യാരനോട് പിണങ്ങുന്നു. അത് എലി സാധാരണ പൂച്ചയെ പേടിക്കും. ഇവിടെ എലിയപ്പോൾ പൂച്ചയാണ് പേടിക്കുന്നത്, പിണങ്ങുന്നു. മാർജരൻ പൂച്ച, മൂഷികൻ എലി. നേരെ തിരിച്ചാവുന്നു. രോഷാൽ നകുലങ്ങളോടും ഔവണ്ണമേ. നകുലം എന്ന് വെച്ചാൽ
കീരികളോട് അതുപോലെ തന്നെ പന്നകജാലം ഗരുഡനോടും തഥാ നിന്ന് എതിർത്തിടാൻ തുടങ്ങുന്നു നിശ്ചയം. പാമ്പ് ഗരുഡനോടും അങ്ങനെ തുടങ്ങുന്നു. ഗരുഡൻ സാധാരണ പാമ്പിനെയാണ് ഉപദ്രവിക്കുന്നത്. മുണ്ടനായി ഏറ്റം കരാള വികടനായ വർണ്ണവും പിങ്കലകൃഷ്ണമായ വസന്തതം. തലമുണ്ട അടിച്ചവൻ എന്ത് ചെയ്യുന്നു? അതിഭയങ്കരനാവുന്നു. വർണ്ണവും കൃഷ്ണമായ സന്തതം. പിങ്കലം മഞ്ഞയും കറുപ്പും കലർന്ന് വരുന്നു. വർണ്ണങ്ങളെല്ലാം ഓപ്പോസിറ്റ് ആകുന്നു. കാലനെ കൊണ്ട് കാണുന്നത് എല്ലായിടവും എവിടെ നോക്കിയാലും കാലൻ തന്നെ. ഇപ്പം എനിക്ക് തോന്നുന്നു ഈ സമയം അങ്ങനെയാണെന്ന്. നമ്മൾ എവിടെ നോക്കിയാലും എന്താ എപ്പോഴും ദുരിതം മരണമല്ലേ ഉള്ളൂ. എവിടെ നോക്കിയാലും അപകട മരണങ്ങളല്ലേ. അപ്പം നമുക്ക് ഇപ്പം ഇത് വായിക്കുമ്പോൾ തോന്നുന്നു ഇത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. എവിടെ നോക്കിയാലും കാലന്മാരുണ്ടെന്ന് നമുക്ക് തോന്നുന്നു. കാലം ആപത്തിനുള്ളോന്ന് ഇത് നിർണയം. ഈ സമയം ആപത്ത് കാലമാണെന്ന് മനസ്സിലാക്കാം. നമ്മളിത് മനസ്സിലാക്കണം. ഈ സത്യത്തിൽ ഈ സമയം വളരെ വളരെ എന്തുവേണം. അപ്പോൾ ഇത്തരം ദുർനിമിത്തങ്ങളുണ്ടായ അതിന് അത്രയുവ ശാന്തിയെ ചെയ്തു കൊള്ളണമേ. ഇത്രമാത്രം ദുർനിമിത്തങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. ഇപ്പം ദിവസേന കാണുന്നില്ലേ? നമ്മൾ ടി വി കൂടെ ആയാലും മൊബൈലിൽ കൂടെ. ഞാൻ ടി വി വെക്കാറില്ല, 2-3 വർഷത്തോളമായി. ഇപ്പോൾ മൊബൈലിൽ കൂടെ കാണുന്നു. ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും വെക്കുമ്പോൾ ഇങ്ങനെ കാണുമ്പം വച്ചുകൊണ്ട് നോക്കിപ്പോവും. പക്ഷേ എന്ത് വരാം? അപ്പോഴെന്ത് വന്നു? അത് ശാന്തി ചെയ്യണം. എത്ര ദുർനിമിത്തങ്ങൾ കാണുമ്പോഴെല്ലാം ഇരട്ടി എന്ത് ചെയ്യണം? ശാന്തി ചെയ്തു കൊള്ളണം. ഈശ്വരനെ പ്രാർത്ഥിച്ചോണം. വംശത്തെ രക്ഷിച്ചു കൊള്ളുവാൻ ഏതുമേ സംശയമെന്നേ സീതയെ കൊണ്ടുപോയി രാമപാതയെ വച്ച് വന്ദിക്കുക. വൈകാതെ ഇത് മാതാപിതാക്കൾ പറഞ്ഞു കൊടുക്കുന്നതാണ് രാവണന്. അതുകൊണ്ട് നീ സംശയിക്കേണ്ട. അത്രമാത്രം ശാന്തി ചെയ്യണം നമ്മൾ. അത്രമാത്രം ദുരിതങ്ങളാണ് ഈ സമയത്ത്. കാലം ആപത്തുള്ള കാലമാണ്. അതുകൊണ്ട് ഈ വംശത്തെ നമുക്ക് രക്ഷിക്കണം. ഈ കുലം നശിച്ചു പോകും. അതുകൊണ്ട് സംശയം എന്നേ നീ എന്ത് ചെയ്യണം? സീതയെ കൊണ്ടുപോയി രാമപാതയെ വെച്ച് വന്ദിക്കുക. വൈകാതെ പെട്ടെന്ന് ചെയ്യണം. രാമനാകുന്നത് വിഷ്ണു നാരായണൻ വിദ്വേഷമെല്ലാം ത്യജിച്ച് ഭജിച്ചുകൊള്ളും അദ്വയനാം പരമാത്മാനാം അവ്യയം. അദ്വയനായിരിക്കുന്ന പരമാത്മാവിനെ നമ്മൾ വിദ്വേഷം എന്നീ കളഞ്ഞിട്ട് സീതയെ കൊണ്ടുപോയിട്ട് എല്ലാം ത്യജിച്ച് ഭജിച്ചുകൊള്ളുക. ശ്രീരാമപാദബോധം കൊണ്ട് സംസാര വാരാനിധിയെ കടക്കുന്ന യോഗികൾ ഭഗവാന്റെ പാദമാകുന്ന വള്ളം, ആ വള്ളത്തിൽ കയറി അത് ഭഗവാന്റെ പോദമാകുന്ന ആ പാദത്തിൽ ചെന്ന് നമസ്കരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വാരാനിധിയെ, ഈ ലോകത്തിലുള്ള ഈ ദുരിതാബ്ധി കടക്കുന്നു യോഗികൾ, അത് സന്യാസികൾ. ഭക്തി കൊണ്ട് അന്ധകരണവും ശുദ്ധമായി മുക്തിയെ ജ്ഞാനികൾ ശ്രദ്ധിച്ചു കൊള്ളുന്നു. ദുഷ്ടനാം നീയും വിശുദ്ധനാം ഭക്തി കൊണ്ട് ഒട്ടുമേ കാലം കളയാതെ കണ്ടു നീ. ദുഷ്ടനായ നീ വിശുദ്ധനാകൂ ഭക്തി കൊണ്ടുമേ. അപ്പോൾ ആ പിതാവും മാതാവ് എത്ര നന്മയാണ് പറഞ്ഞു കൊടുക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ. ദുഷ്ടനാണ് നീ അത് കളഞ്ഞിട്ട് നീ ഭക്തി കൊണ്ട് ഇതൊക്കെ പ്രാപിക്കൂ. നല്ലത് നീ ചെയ്യൂ. രാക്ഷസ വംശത്തെ രക്ഷിച്ചു കൊള്ളുക, അല്ലെങ്കിൽ മൊത്തവും നശിച്ചു പോകും. സാക്ഷാൽ മുകുന്ദനെ സേവിച്ചു കൊള്ളുക. സത്യമത്രേ ഞാൻ പറഞ്ഞതു കേവലം. പഥ്യം നിനക്കത് ചിന്തിക്കാം. മാനസേ സാന്ത്വനപൂർവം ദശമുഖൻ തന്നോട് ശാന്തനാം. മാല്യവാൻ വംശരക്ഷാർത്ഥമായി ചൊന്നത് കേട്ടു പൊറാഞ്ഞു. ദശമുഖൻ ഇതൊക്കെ കേട്ടോ അവന് സഹിച്ചില്ല, പൊറാഞ്ഞു. അവന് ഈ മാതാപിതാക്കളൊക്കെ ഇത് പറഞ്ഞപ്പോൾ അവന് പൊറാഞ്ഞു, സഹിക്കാതെ ദശമുഖൻ എന്ത് ചെയ്തു? പിന്നെ ആ മാല്യവാൻ തന്നോട് ചൊല്ലിനാൻ, മാനവനായ കൃപണനാൻ രാമനെ മാനസേ മാനിപ്പത് എന്തിനു കാരണം? ആ മാല്യവനായ അദ്ദേഹത്തോട് പറയുന്നു, മാനവനായ കൃപണനാൻ രാമനെ, മാനവൻ ചെന്ന മനുഷ്യനായ ഈ കൃപണനായ ഈ രാമനെ മാനസേ മാനിപ്പത് എന്തുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ രാമനെ ഭജിക്കേണ്ടുന്നത്? മനുഷ്യനല്ലേ, അതുമല്ല കൃപണനല്ലേ. പിന്നെ മർക്കടാലംബനം, അത് മർക്കടന്മാരെ ആലംബം ചെയ്യുന്നു, അത് മർക്കടന്മാരെ ആശ്രയിക്കുന്നു എന്നാണ് പറയുന്നത്. ശ്രീരാമൻ ഈ വാനരന്മാരെ, കുരങ്ങന്മാരെ ആശ്രയിച്ചിരുന്ന അവനാണോ പിന്നെ ശ്രീരാമൻ? അതുകൊണ്ട് അവിടെ വാനരന്മാർക്കല്ലേ വാനരന്മാരെ ആശ്രയിക്കുന്ന വാനന്മാരാണ് ഇപ്പോൾ ഭഗവാന് വേണ്ടി യുദ്ധം ചെയ്യാൻ വന്നേക്കുന്നത്. അതുകൊണ്ട് അവരെ ആശ്രയിക്കുന്നതിനാണോ യഥാർത്ഥമായ ഞാൻ മാനിക്കേണ്ടുന്നത്? മർക്കടാലംബനം, മർക്കടന്മാരെ ആശ്രയിക്കുന്ന നല്ല സാമർഥ്യമെന്ന് ഉൾക്കാമ്പിൽ ഓർക്കുന്നവൻ ജഡൻ അത്രയും. അങ്ങനെ ഓർക്കുന്ന നിങ്ങൾ ജഡനാണ്. കാരണം ഇവിടെ ആരെ ആശ്രയിക്കുന്നത്? ശ്രീരാമൻ മർക്കടന്മാരെ ആശ്രയിക്കുന്നെന്ന്. അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കുന്ന അവർ ജഡനാണ്. രാമൻ നിയോഗിക്കയാൽ വന്നത് എന്നോട് സാമപൂർവം പറഞ്ഞു ഭവാൻ നിർണയം. രാമൻ നിയോഗിക്കയാൽ വന്നത് എന്നോട് സാമപൂർവം പറഞ്ഞു ഭവാൻ നിർണയം. നേരത്തെ പോയാലും ഇനി വേണ്ടുന്ന നാൾ ചാരത്ത് ചൊല്ലിവിടുന്നുണ്ട്. നിങ്ങളിങ്ങനെ തുടങ്ങിയാൽ നിങ്ങൾ നേരത്തെ നിങ്ങളോടൊന്ന് പോകേണ്ടി വരും. കാരണം അടിച്ചു വിടേണ്ടി വരും. മാതാപിതാക്കൾ ഇഷ്ടമുള്ളത് പറഞ്ഞാൽ നിങ്ങൾ ഇറങ്ങി പോകാൻ പറയത്തില്ലേ. ചിലർ അടിക്കുകയും ചെയ്യും, ചിലർ തള്ളി ചവിട്ടി തുടച്ചിക്കുകയും ചെയ്യും. അതുകൊണ്ട് പറയുന്നു, രാമൻ നിയോഗിക്കയാൽ വന്നതിനോട്, രാമൻ പറഞ്ഞിട്ടാണോ നിങ്ങളോട് വന്നതിനോട് പറയുന്നതെന്നാണ് ചോദിക്കുന്നത്. അതൊക്കെ തെമ്മാടത്തരങ്ങളല്ലേ. ശ്രീരാമൻ പറഞ്ഞു വിടുവോ ഇങ്ങനെ പറയാൻ? ഇവൻ പറയുന്നു,
പറയുന്നു, മാതാക്കളോട് പറയുന്നു, രാമൻ നിയോഗിക്കയാൽ വന്നത് എന്നോട് സാമപൂർവ്വം പറഞ്ഞു ഭവാൻ നിർണയം. അതായത് രാമൻ നിങ്ങളെ ഉപദേശിച്ച് വിട്ടോ ഇതൊക്കെ പറയാൻ. അതുകൊണ്ട് നേരത്തെ പോയാലും ഇനി വേണ്ടുന്ന നാൾ ചാരത്ത് ചൊല്ലിവിടുന്നുണ്ട് നിർണയം. അതുകൊണ്ട് നിങ്ങൾ നേരത്തെ ഇവിടുന്ന് പോകൂ, അല്ലെങ്കിൽ ഞാൻ ഇവിടെ പറഞ്ഞു വിട്ടെന്നിരിക്കും. വൃദ്ധൻ ഭവാൻ സിഗ്ധനാം മിത്രം ഇത്യുക്തികൾ കേട്ടാൽ പുറത്തുകൂടാ ദൃഢം. ഇങ്ങനെ പറയുന്നതൊക്കെ ഇവന് കേട്ട ഈ പറഞ്ഞ വാക്കുകൾ കേട്ടാൽ പുറത്തുകൂടാ ദൃഢം. ഇത്തം പറഞ്ഞ അമാത്യന്മാരുമായ ദശഭക്തനും പ്രാസാദമൂർത്തിനി കരയേറിനാൻ അവനും അവൻ്റെ കൂട്ടുകാരും കൂടെ മാളിക മുകളിലേക്ക് ദേഷ്യം കയറിപ്പോയി. അവൻ്റെ സൗധത്തിലേക്ക് കയറിപ്പോയി. താഴേന്ന് യുദ്ധാരംഭം. വാനരസേനയും കണ്ടകമേ ബഹുമാനവും കൈക്കൊണ്ടിരിക്കും ദശാന്തരേ. യുദ്ധത്തിനായി രജനീശ്വര വീരരെ സത്വരം തത്ര വരുത്തി വാഴും വിധോ രാവണനെ കണ്ടു കോപിച്ചു രാഘവദേവനും സൗമിത്രിയോട് വിൽ വാങ്ങിനാൻ. ഇത് രാവണനെ ഇങ്ങനെല്ലാം കണ്ടപ്പോൾ രാഘവൻ കോപിച്ചിട്ട് സൗമിത്രിയോട് ലക്ഷ്മണനോട് വില്ല് അമ്പും വില്ലും വാങ്ങി കയ്യിലേക്ക്. 10 കിരീടവും കൈകൾ 20 വൃത്തനോടൊത്ത ശരീരവും ശൗര്യവും 10 കിരീടങ്ങളും കുടയും നിമിഷാർത്ഥേന ഖണ്ഡിച്ച നേരത്ത് രാവണൻ. അങ്ങനെ ശ്രീരാമൻ വില്ല് വാങ്ങിയിട്ട് ഇതൊക്കെ അങ്ങ് ചെയ്ത് കിരീടവും അതും ഇതൊക്കെ അങ്ങ് ഖണ്ഡിച്ച് കളഞ്ഞു. അപ്പോൾ രാവണൻ നാണിച്ച് താഴത്തിറങ്ങി ഭയം കൊണ്ട് ബാണത്തെ നോക്കി ചിരിച്ചിടിനാൻ. അങ്ങനെ അവൻ്റെ എന്തൊക്കെയാ ഈ കിരീടവും കുത്തും എല്ലാം ശ്രീരാമൻ വില്ല് ലക്ഷ്മണൻ വാങ്ങിയിട്ട് ഇതൊക്കെ ചെയ്തപ്പോൾ നാണിച്ച് മണ്ടേന്ന് താഴേക്ക് ഇറങ്ങി ഭയം കൊണ്ട് ബാണത്തെ നോക്കി ചിരിച്ചിടിനാൻ. മുഖ്യ പ്രഹസ്ത പ്രമുഖ പ്രവരന്മാരൊക്കെ വന്ന് തൊഴുതോരനന്തരം. അങ്ങനെ മറ്റുള്ള പ്രഹസ്തന്മാരെല്ലാം വന്ന് തൊഴുതു നിൽക്കുന്നു. യുദ്ധം ഏറ്റിയിടുവൻ കോട്ടയിൽ പുക്കുടച്ച് അത്യന്ത ഭീത്യ വസിക്കയല്ലത്ര നാം. യുദ്ധം ഏറ്റിയിടുവൻ കോട്ടയിൽ പുക്ക് അടച്ചിരിക്കാതെ ഭീത്യ ഭയന്ന് അവിടെ ഒളിച്ച് മുറിക്കാതിരിക്കാതെ വസിക്കയല്ല അത്ര നാം. ഭീത്യ വസിക്കയല്ല അത്ര നാം. അതായത് മുഖ്യ പ്രഹസ്ത പ്രമുഖ പ്രവരന്മാരൊക്കെ വന്ന് തൊഴുതോരനന്തരം അവന്മാരൊക്കെ വന്ന് യുദ്ധത്തിനായിട്ട് വന്ന് തൊഴുത് നിൽക്കുന്നു രാവണൻ്റെ മുമ്പിൽ. യുദ്ധം ഏറ്റിയിടുവിൻ കോട്ടയിൽ പുക്ക് അടച്ച് അത്യന്ത ഭീത്യ വസിക്കയല്ല അത്ര നാം. ഞങ്ങളിവിടെ കോട്ടയ്ക്കകത്ത് ഇങ്ങനെ ഇരിക്കുവല്ല, ഭയന്നിരിക്കുകയല്ല. പേരി മൃദംഗ ഡക്കാവണ ആനക ദാരുണ ഗോമുഖാദ്യങ്ങൾ വാദ്യങ്ങളും വാരണ അശ്വഷ്ട്ര ഖര ഹരി ശാർദൂല സൈരിഫ ചന്ദന മുഖ്യ ആനകളിൽ എന്തൊക്കെയ ആന, കുതിര, ഒട്ടകം, കഴുത, സിംഹം, പുലി, കാട്ടുപോത്ത്, രഥം തുടങ്ങിയ ഖഡ്ഗ ശൂലേഷ് തോമര മുൾഗര അഷ്ടിശക്തി ശുരിക ആദികൾ ഹസ്തേ ധരിച്ചുകൊണ്ട് ഹസ്തഭീത്യ ജവം യുദ്ധസന്നദ്ധരായി ഉദ്ധത ബുദ്ധിയോട് അദ്രികൾ ഉർവിയും തൽക്ഷണ ഉദ്ധൂതമായതു സത്യലോകത്തോളം. ഇതെല്ലാം മുകളിലോട്ട് ഉദ്ധൂതം ഉയർത്തപ്പെട്ടു. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മുകളിലോട്ട് തൽക്ഷണം ഊർധൂതമായത് സത്യലോകത്തോളം മുകളിലേക്ക് പോയി. വജ്രഹസ്താശയിൽ പുക്കാൻ പ്രഹസ്തനും. കിഴക്കു ദിക്കിൽ പ്രഹസ്തൻ, വജ്രദംഷ്ടൻ തഥാ ദക്ഷിണ ദിക്കിലും തെക്കുവശത്ത് വജ്രദംഷ്ടൻ, ദുച്ഛവനാരിയാം മേഘനാഥൻ തഥാ പശ്ചിമഗോപുരദ്വാരി പുക്കിടിന് പടിഞ്ഞാറ് വശത്ത് ദുച്ഛവനനും മേഘനാഥൻ. മിത്രവർഗ അമാത്യഭൃത്തി ജനത്തോട് ഉത്തരദ്വാരി പുക്കാൻ ദശഭക്തനും നീലനും സേനയും പൂർവ്വദിഗ്ഗോപുര. അതായത് ഇനി പറയുന്നത് ശ്രീരാമൻ്റെ പക്ഷക്കാർ. നീലനും മിത്രവർഗ അമാത്യ ഭൃത്യജനത്തോട് ഉത്തരദ്വാരി പുക്കാൻ ദശഭക്തന. അവിടെ നിൽക്കേണ്ട നിൽപ്പ് അങ്ങനെ. ഇനി നീലനും സേനയും, അതായത് ശ്രീരാമ പക്ഷക്കാർ ദീർഘോപുരേ ബാലിതനയനും ദക്ഷിണഗോപുരേ, വായുതനയനും പശ്ചിമഗോപുരേ, മായാമനുഷ്യനാം ആദിനാരായണൻ, മിത്ര തനയ സൗമിത്രി വിഭീഷണ മിത്ര സംയുക്തനായ ഉത്തരദിക്കിലും യുദ്ധം ഉറപ്പിച്ച് രാഘവ രാവണ യുദ്ധം പ്രവൃത്തമായി വന്നു. വിചിത്രമായി ഓരോരുത്തർ എവിടെയൊക്കെ നിൽക്കുന്നതാണ് ഈ പറഞ്ഞത്. ഓരോ പക്ഷക്കാരും 1000 കോടി മഹാകോടികളോടും 1000 അർബുദമായിരം
1000 അർബുദം, 1000 ശംഖങ്ങൾ, 1000 പുഷ്പങ്ങൾ, 1000 കൽപ്പങ്ങൾ, 1000 ലക്ഷങ്ങൾ, 1000 ദണ്ഡങ്ങൾ, 1000 തൂളികൾ, 1000 തോയാകര പ്രളയങ്ങൾ എന്നിങ്ങനെ സംഖ്യകളോട് കലർന്ന കപികുലം ലങ്കാപുരത്തെ വളഞ്ഞാർ അതിദ്രുതം. പൊട്ടിച്ചടർത്ത പാഷാണങ്ങളെ കൊണ്ടും മുഷ്ടികൾ കൊണ്ടും മുസലങ്ങളെ കൊണ്ടും ഉർവീരുഹം കൊണ്ടും ഉർവീധരം കൊണ്ടും സർവതോ ലങ്കാപുരം തകർത്തിടിനാർ. അങ്ങനെ ലങ്കാപുരം എല്ലാം ഇവരെല്ലാം അങ്ങ് തകർത്തു. ഈ വാനന്മാരും ഹനുമാനും എല്ലാവരും കൂടെ. എന്നിട്ട് കോട്ടമതിലും കിടങ്ങും തകർത്തുടൻ കൂട്ടമിട്ട് ആർത്ത് വിളിച്ചടുക്കും നേരം ആർത്തും വിളിപ്പും നശിപ്പിപ്പും. കോട്ടമതിലും കിടങ്ങും തകർത്തുടൻ കൂട്ടമിട്ട് ആർത്ത് വിളിച്ചടുക്കും നേരം വൃഷ്ടി പോലെ ശരജാലം പൊഴിക്കും. മഴ പോലെ വൃഷ്ടി പോലെ ശരജാലങ്ങൾ ഇങ്ങനെ പൊഴിക്കുകയും വെട്ടുകൊണ്ട് ഏറ്റു പിളർന്നു കിടക്കുകയും. ഓർത്ത് ദേഹം പിളർന്നു കിടക്കുന്നു. അസ്ത്രങ്ങൾ, ശസ്ത്രങ്ങൾ, ചക്രങ്ങൾ, ശക്തികൾ, അർത്ഥ ചന്ദ്രാകാരമായുള്ള പത്രികൾ, ഖഡ്ഗങ്ങൾ, ശൂലങ്ങൾ, കുന്തങ്ങൾ, ഈട്ടികൾ, മുൾഗര പങ്ക്തികൾ, ഭിണ്ടിപാലങ്ങളും, തോമരദണ്ഡ മുസലങ്ങൾ, അഷ്ടികൾ, ചാമീകരപ്രഭ പൂണ്ട ശതഘ്നികൾ, ഉഗ്രങ്ങളായ വജ്രങ്ങൾ ഇവ കൊണ്ട് നിഗ്രഹിച്ചിടിനാർ നക്തഞ്ചരേന്ദ്രരും. ആർത്തിമുടുത്ത് ദശാസന അവസ്ഥകൾ പേർത്തു 60നായി അയച്ചിടിനാൻ. ഇതിനിടയ്ക്കൂടെ ദൂതന്മാരെ അയക്കുന്ന എങ്ങനെയൊക്കെ ഉണ്ടെന്നറിയാൻ. ശാർദൂലനാദിയാൻ രാത്രിയും ചരന്മാരെ രാത്രി ചെന്നാൽ അവരും കവികളായി മർക്കടേന്ദ്രന്മാരറിഞ്ഞു. അതായത് ഇവർ ഒളിച്ചും പാത്ത് എങ്ങനെയുണ്ടെന്ന് അറിയാൻ ശ്രീരാമൻ്റെ പക്ഷത്തിലേക്ക് ദൂതന്മാർ രാത്രി അയക്കും രഹസ്യമായിട്ട്. അങ്ങനെ ശാർദൂലനാദിയം രാത്രിഞ്ചരന്മാരെ രാത്രിയിൽ ചെന്നാൽ അവരും കവികളായി മർക്കടേന്ദ്രന്മാർ അറിഞ്ഞു. കവിവേഷത്തിൽ ചെന്നു. അവർക്ക് വേഷം മാറാനുണ്ടോ? അപ്പോൾ കവികളെ ചെല്ലുമ്പോൾ ആരും അറിയത്തില്ലല്ലോ. അതുകൊണ്ട് കുരങ്ങന്മാരായിട്ട് മർക്കടേന്ദ്രന്മാർ അറിഞ്ഞു. അപ്പോൾ അവിടെയുള്ള വാനരന്മാർ അറിഞ്ഞു ഇവർ വേഷം മാറി വന്നെയാണ്. കവികളായി മർക്കടേന്ദ്രന്മാർ അറിഞ്ഞു പിടിച്ചടിച്ച് ഉൽക്കട രോഷണ കൊൽപ്പാൻ തുടങ്ങുമ്പോൾ അവരെന്ത് ചെയ്തു? ഇവന്മാരെ പിടിച്ചങ്ങ് അടിച്ച് ശരിയാക്കി. കവികളായി ചെന്നവരെ അവർ കുറേ ഇല്ലയോ ആർത്തനാദം കേട്ടു. അങ്ങനെ അവരുടെ വിളി കേട്ടു. കൊല്ലാൻ ശ്രമിക്കാൻ ആരും നിലവിളിക്കത്തില്ലയോ? ആർത്തനാദം കേട്ടു രാഘവനും കരുണാർദ്ദ ബുദ്ധിയ കൊടുത്താൻ അഭയം ധൃതം. അങ്ങനെ ഭഗവാൻ ശ്രീരാമൻ എന്ത് ചെയ്തു? കഷ്ടമല്ലേ, അങ്ങനെ ദൂതനായിട്ട് വന്ന് ഒളിച്ച് നോക്കാൻ വന്നതിൽ എങ്ങനെയൊക്കെ ഉണ്ടെന്ന് അറിയാൻ. അങ്ങനെ അവരെ അടിച്ച് കൊല്ലുന്നപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ശ്രീരാമൻ അഭയം കൊടുത്തു. പെട്ടെന്ന് ചെന്ന് അവരും ശുഗസാരണരെ പോലെ ഇല്ല. ശുഗൻ എങ്ങനെയാണ് പോയത്? ശുഗൻ ചെന്നപ്പോൾ അവർ കവികളെല്ലാം കൂടെ പിടിച്ചടിച്ചപ്പോൾ ശ്രീരാമൻ എന്താ പറഞ്ഞത്? കൊല്ലണ്ട, അയക്കൂ അയപ്പിനെന്ന് പറഞ്ഞില്ലേ, വിടുമെന്ന്. അതുപോലെ തന്നെ ഇവിടെയും ഇപ്പോൾ സംഭവിച്ചു. ഈ നക്തഞ്ചരന്മാരായ ദുഷ്ടന്മാരെ ഭഗവാൻ എന്തു പറഞ്ഞു? അഭയം കൊടുത്തു. ചെന്ന് അവരും സുഖസാരണരെ പോലെ ചൊന്നത് കേട്ട് വിഷാദന രാവണൻ വന്നിച്ചുടൻ ഇതുപോലെ ചെന്ന് വിഷമമായി ചെന്ന് രാവണനോട് പറഞ്ഞു, അയ്യോ ശ്രീരാമൻ ഞങ്ങൾ രക്ഷിച്ചു എന്ന്. കൊല്ലാൻ വന്നിട്ട് കവികൾ കൊല്ലാൻ വന്ന് ശ്രീരാമൻ ഞങ്ങൾക്ക് അഭയം തന്നു എന്ന് പറഞ്ഞാൽ രാവണൻ ഇഷ്ടപ്പെടുവോ? അങ്ങനെ അത് കേട്ട് വിഷാദന രാവണൻ മന്ത്രിച്ചുടൻ വിദ്യുജുഹനുമായി ദശകന്ധരൻ മൈഥിലി വാഴും ഇടം പൊക്കാൻ. അങ്ങനെ എന്ത് ചെയ്തു? അവന് ദേഷ്യം വന്ന് ഈ രാവണൻ എന്ത് ചെയ്തു? പിന്നെ ഇങ്ങനെയായിട്ടും തോക്കാൻ പറ്റില്ല, എന്നാൽ തന്നെ അതിന് വേറൊരു വേല കാണിക്കാം. ശ്രീരാമൻ്റെ തലയും വില്ലുമായിട്ട് ഒരു എന്തോ അവർ വിചാരിക്കും ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് സീത മുമ്പിൽ കൊണ്ട് വെച്ചു കൊടുത്ത് വായിക്കുമ്പോൾ മനസ്സിലാവും. മന്ത്രിച്ചുടൻ വിദ്യുജുഹനുമായി ദശകന്ധരൻ മൈഥിലി, അത് സീത എവിടെ കഴിയുന്നേ അവിടെ ഇടം പുക്കാൻ അവിടേക്ക് ചെന്നു. സീത എന്ന ഒരു അശോകമരത്തിൻ്റെ മൂട്ടിലല്ലേ, അവിടെ ചെന്നിട്ട് രാമശിരസും ധനസും ഇതെന്നുടൻ, അതായത് ഒരു ശിരസ് കൊണ്ടുവച്ചിട്ട് രാമൻ്റെ ശിരസാണ്, രാമൻ്റെ വില്ല് ധനസും ഇതെന്നുടൻ വാമാഷി മുന്നിലാമാർ വച്ചിടണം. സീതയുടെ അടുക്ക കൊണ്ടുവന്ന് ശ്രീരാമനെ കൊന്ന് അതാ തല താണ്ടേ അവൻ്റെ വില്ല് താണ്ടേ എന്നും പറഞ്ഞ് കൊണ്ടുവന്ന് സീത മുമ്പിൽ കൊണ്ടുവച്ചു. ആയോധനയെ കൊന്നുകൊണ്ടുപോകുന്നതിനെന്ന് മായയാ നിർമ്മിച്ചു വച്ചത് കണ്ടപ്പോൾ ഇത് യുദ്ധത്തിൽ ഞാൻ കൊണ്ടുപോകുന്നതാണ് തല, അതായിരിക്കുന്ന നിങ്ങളുടെ ഭർത്താവിൻ്റെ തല. അപ്പോഴും മായയാ നിർമ്മിച്ചു വെച്ചത് കണ്ടപ്പോൾ സത്യമെന്നോർത്ത് വിലാപിച്ച് മോഹിച്ചു. കാരണം സീതയ്ക്ക് കപടം അറിയില്ലല്ലോ, ഉള്ളതാണെന്ന് കരുതി അവരോട് അങ്ങോട്ട് നിലവിളിയും തുടങ്ങി. സത്യമെന്നോർത്ത് വിലാപിച്ച് മോഹിച്ച് മുഗ്ധാങ്ങി വീണ് കിടക്കും ദശാന്തരെ. അങ്ങനെ വീണ് മോഹിച്ച് ബോധം കെട്ടങ്ങ് വീണു. വന്നൊരു ദൂതൻ വിരവോട് രാവണൻ തന്നെയും കൊണ്ടുപോകുന്നതിന് ഞാൻ അന്നേരം. അപ്പോൾ ഒരു ദൂതൻ വന്ന് പെട്ടെന്ന് രാവണനെ പിടിച്ചുകൊണ്ട് അങ്ങ് പോയി, കൊണ്ടുവച്ചിട്ട് ഇതും പറഞ്ഞിട്ട് സീത മോഹിച്ച് വീണ് കിടക്കുകയും ചെയ്ത്. അങ്ങനെ രാവണനെ വേറെ കൊണ്ടുപോയിട്ട്
വൈദേഹി തന്നോട് ചെന്നാൽ സരമയും എനിക്ക് തോന്നുന്നു വിഭീഷണൻ്റെ ഭാര്യ. വിഭീഷണൻ അങ്ങ് ശ്രീരാമൻ്റെ കൂടെ പോയല്ലോ, ഭാര്യയൊക്കെ ഇവിടെ ഉണ്ട്. ഭാര്യയൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. ശ്രീരാമൻ്റെ ഒക്കെ ഇവരൊക്കെ ഇവിടെ ഇട്ടിട്ട് മക്കളെയും ഭാര്യയും വീടും എല്ലാം കളഞ്ഞിട്ട് ശ്രീരാമൻ്റെ അടുക്കലേക്ക് പോയല്ലോ. അപ്പോൾ സരമ എന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നു വിഭീഷണൻ അവർ നല്ല ആൾക്കാരല്ലയോ, രാവണൻ്റെ കുടുംബത്തിൽ ഉണ്ടെന്ന് പറയത്തേ ഇല്ല. അപ്പോൾ ഈ സരമ എന്ത് ചെയ്ത് കണ്ടിട്ട് വൈദേഹിയോട് എന്ന് പറഞ്ഞു, ഖേദം അശേഷമാകല കളക, നീ ഒന്നുകൊണ്ട് നീ വിഷമിക്കണ്ട, എല്ലാം ചതിയെന്ന് തേറിയിട്ടതൊക്കെ ഇതൊക്കെ ചതിയാണ്. അവർക്കറിയാം അവൻ്റെയൊക്കെ മായകൾ. എല്ലാം ചതിയെന്ന് തേറിയിട്ടതൊക്കവേ നല്ലവണ്ണം വരുന്നാൽ 4 നാളുള്ളിൽ എല്ലാവരും ഇല്ലൊരു സംശയം കല്യാണ ദേവതേ, 4 ദിവസം 4 നാള് ഉള്ളിൽ 4 ദിവസത്തിനുള്ളിൽ പിന്നെ നല്ല ആയി വരും, ഒരു സംശയം വേണ്ട. കല്യാണ ദേവതേ, ഇതെല്ലാം ചതിയാണ്, നല്ലവണ്ണം ഇനി വരാൻ ഇരിക്കുന്നു, 4 ദിവസത്തിനുള്ളിൽ വരും. അവർ പറഞ്ഞു കൊടുത്തു. കല്യാണ ദേവതയെ വല്ലഭൻ കൊല്ലും ദശാസനം, നിർണയമായിട്ട് ഈ ശ്രീരാമൻ ഇവനെ കൊല്ലും രാവണനെ എന്ന് ഈ സരമ ദേവിയോട് സമാധാനം പറഞ്ഞു കൊടുത്ത്, ഇത് ചതിയാണ്. ഇത്തം സരസവാക്യം കേട്ട്, അത് സരമയുടെ സരസമായ ഈ വാക്യം കേട്ട് ചിത്തം തെളിഞ്ഞ് ഇരുന്നിടനാൽ ശ്രീതയും സന്തോഷമായിട്ട് വേദനയും വിഷമമൊക്കെ പോയി സന്തോഷിച്ചു. മംഗല ദേവതാ വല്ലഭ ആജ്ഞാവശാൽ അങ്കദൻ രാവണൻ തന്നോട് ചൊല്ലിനാൻ. രാവണനെ ഒരുത്തം പിടിച്ചുകൊണ്ട് പോയല്ലോ, അവിടെ യുദ്ധം ഭയങ്കരമായിട്ട് മൂത്തപ്പം ഒരുത്തം വന്ന് പിടിച്ചുകൊണ്ട് പോയില്ലോ. അവനോട് അങ്കദൻ പറയും, മംഗല ദേവതാ വല്ലഭാജ്ഞാവശാൽ, അതായത് ശ്രീരാമൻ്റെ ആജ്ഞപ്രകാരം അങ്കദൻ രാവണൻ തന്നോട് ചൊല്ലിനാൻ. രാവണനോട് പറഞ്ഞു, ഒന്നുകിൽ സീതയെ കൊണ്ടുവന്ന് എന്നോട് മുന്നിലാമാറ് വച്ചിടുക വൈകാതെ. ഒന്നുകിൽ അങ്കദൻ പറയും, ഒന്നുകിൽ സീതയെ പെട്ടെന്ന് തന്നെ എൻ്റെ മുന്നിൽ കൊണ്ടുവയ്ക്കുക. യുദ്ധത്തിന് ആശ പുറപ്പെടുക, അല്ലെങ്കിൽ അത്തൽ കൊണ്ട് ഉള്ളിൽ അടച്ചങ്ങിരിക്കലും. എന്തിനാ അടച്ചുപൂട്ടി അകത്തിരിക്കുന്നത്? യുദ്ധത്തിനായി ഇറങ്ങി വരൂ, അല്ലെങ്കിൽ സീതയെ ഇവിടെ കൊണ്ടുവയ്ക്കൂ. അവർ ഒളിച്ചും പാത്തും ഇരിക്കുന്നു. രാക്ഷസേനയും ലങ്കാനഗരവും രാക്ഷസരാജനാം നിന്നോട് കൂടവേ സംഹരിച്ചിടുവൻ ബാണമേതെന്നുള്ള സിംഹനാദം കേട്ടതില്ലയോ രാവണ. രാവണൻ ഇത് കേൾക്കുന്നില്ലേ? സിംഹത്തിൻ്റെ നാദം കേൾക്കുന്നില്ലേ? അവരിപ്പം നിന്നെ ഇവിടെല്ലാം തുലയ്ക്കും. ജാനാദഘോഷവും കേട്ടതില്ലേ ഭവാൻ? ഞാണലിയുടെ നാദം നീ കേട്ടില്ലേ? എന്നിട്ട് നീ എന്താ അനങ്ങാതെ ഇങ്ങനെ ഇരിക്കുന്നത്? യുദ്ധത്തിന് ഇറങ്ങി ചെല്ലൂ എന്നാ പറയുന്നത്. നാണം നിനക്ക് ഏതുമില്ലയോ മാനസ്? നിനക്ക് നാണമില്ലേ? ഇത്ര യുദ്ധത്തിനായിട്ട് നിന്നപ്പോൾ നിനക്ക് അങ്ങോട്ട് ചെന്ന് യുദ്ധം ചെയ്താൽ എന്താ? ഇത്തം അധിക്ഷേപ വാക്കുകൾ കേട്ട്, അധിക്ഷേപ നാണം കെട്ട വാക്കുകളെ കേട്ടിട്ട് വൃദ്ധനായൊരു രാത്രിയഞ്ച വീരനും, അങ്ങനെ അവന് ദേഷ്യം വന്നിട്ട് രാത്രിയഞ്ച വീരനും വൃത്രാരിപുത്ര തനയനെ കൊല്ലുകെന്ന്, ഇവനെ കൊല്ലുന്ന്, അത് അങ്കദനാണല്ലോ ഈ പറഞ്ഞത്. അതുകൊണ്ട് വൃത്രാരിപുത്രനെ കൊല്ലുകെന്ന് നക്തഞ്ചരാധിപന്മാരോട് ചൊല്ലിനാൻ. അവൻ്റെ രാക്ഷസന്മാരോട് പറഞ്ഞു, ഇവനെ കൊല്ലുക. ചെന്ന് പിടിച്ചാർ നിശാചര വീരനും കൊന്നു ചുഴറ്റിയെറിഞ്ഞാൻ കവീന്ദ്രനും. ചെന്ന് പിടിച്ച് അങ്കദൻ്റെ ചുഴറ്റൊറ്റ എറിയെറിഞ്ഞ്. പിന്നെ ആ പ്രാസാദം തകർത്തിടാൻ ഒന്ന് കുതിച്ചങ്ങ് ഉയർന്ന് വേഗേന പോയി മന്നവൻ തന്നെ തൊഴുത് വൃത്താന്തങ്ങളെ ഒന്നൊഴിയാതെ ഉണർത്തിയാൻ അങ്കദൻ. പിന്നെ പ്രാസാദത്തിന് മകളിലേക്ക് ചാടി, കുരങ്ങന്മാരല്ലേ എവിടെ വേണം ചാടി കയറുമല്ലോ, അതുകൊണ്ടല്ല ഭഗവാൻ ഇങ്ങനെ ഇവരെ സൃഷ്ടിച്ചത്. ഈ കവികളെ കൊണ്ട് ഇതൊക്കെ നടക്കും. അത് പരമാത്മാവിനെ അറിയാം. ഓരോ സന്ദർഭം അനുസരിച്ചാണ് ഓരോന്നും വരുന്നതേ. അവിടെ മനുഷ്യരെ കൊണ്ട് വല്ലതും നടക്കൂ. അതുകൊണ്ട് ഇവരാകുമ്പോൾ എവിടെയും ചാടി പൊങ്ങി കയറിക്കോളും, ആളെ തോളത്തും കയറിക്കോളും. അതുകൊണ്ട് കുതിച്ചുയർന്ന് വേഗേന പോയി മന്നവൻ തന്നെ തൊഴുത് വൃത്താന്തങ്ങൾ ഒന്നൊഴിയാതെ ഉണർത്തിനാൻ അങ്കദൻ. ഇതെല്ലാം ചെന്ന് പറഞ്ഞു. ഭഗവാൻ പറഞ്ഞത് ഇങ്ങനെ ഇവരോട് ചെന്ന് പറയൂ, സീതയെ ഒന്ന് തരിക, അല്ലെങ്കിൽ യുദ്ധം ചെയ്യുക എന്ന് പറഞ്ഞു വിട്ടതാണെന്നല്ലേ പറയാം. അപ്പം ചെന്ന് കൊല്ലാൻ പറഞ്ഞു. രാവണൻ പറഞ്ഞു അവനെ തീർത്തേരെ. അപ്പോൾ എന്ത് ചെയ്ത് ഒരു ചുഴറ്റി വന്നവനെ ഒരു എറിയങ്ങ് കൊടുത്ത്. പിന്നെ സുശേഷണൻ കുമുദൻ നളൻ ഗജൻ ധന്യൻ ഗവയൻ ഗവാഷൻ മരുസുതൻ എന്നിവരാദ്യം വാനര വീരന്മാർ ചെന്ന് ചുടന്ന് കിടങ്ങുന്ന നിരത്തിന്. അവിടുത്തെ കിടങ്ങെന്ന് പറഞ്ഞാൽ എന്തോ ഒരു മതിലും അങ്ങനെ എന്തെങ്കിലും ആക്കി നിരത്തിയും വെച്ചു. കല്ലും മലയും മരവും ധരിച്ച് ആശ നില്ലെന്ന് പറഞ്ഞടുക്കുന്നേരം ബാണചാപങ്ങളും വാളും പരിചയും പ്രാണഭയം വരും വെൺമഴു കുന്തവും ദണ്ഡങ്ങളും മുസലങ്ങൾ ഗതകളും പിണ്ടിപാലങ്ങളും മുൾഗര ജാലവും. സമയം പോയോ? ചക്രങ്ങളും പരിഘങ്ങളും ഈട്ടികൾ ശുക്രഗജങ്ങളും മറ്റു ഇത്യാദികൾ ആയുധമെല്ലാം എടുത്തു പിടിച്ചുകൊണ്ട് ആയോധനത്തിന് അടുത്താർ അരക്കരും. വാരണനാദവും വാജികൾ നാദവും തേരുകൾ നാദവും ഞാണലി നാദവും രാക്ഷസരാർക്കയും സിംഹനാദങ്ങളും രൂക്ഷതയേറും കവികൾ നിനാദവും തിങ്ങി മുഴങ്ങി പ്രപഞ്ചവും എങ്ങും ഇടതൂർന്ന് മാറ്റലി കൊണ്ടുതേ. ജംഭാരി മുമ്പാ നിലിംബരും കിന്നര കിംപുരുഷോ ഉരക ഗുഹ്യക സംഘവും ഗന്ധർവ സിദ്ധ വിദ്യാധര ചാരണാദ്യ അന്തരീക്ഷാന്തരെ സഞ്ചരിക്കും ജനം. ആകാശത്തിലൊക്കെ സഞ്ചരിക്കുന്ന നാരദാദി മുനികളൊക്കെ ആകാശത്ത് നിന്ന് അവരും കാണുന്നത് ഭയങ്കര യുദ്ധം. അതുകൊണ്ട് നാരദനാദികളായ മുനികളും ഘോരമായ യുദ്ധം കണ്ടുകൊള്ളുവാൻ നാരികളോടും വിമാനയാനങ്ങളിൽ ആരുഹ്യ പുഷ്കരാന്തയെ നിറഞ്ഞിടാൻ വിമാനങ്ങളെല്ലാം വന്നവിടെ നിറഞ്ഞു ആകാശത്ത്. തുങ്കന ഇന്ദ്രജിത്തേറ്റാൻ അത് നേരെ ഇന്ദ്രജിത്ത് അങ്ങോട്ട് ചെന്ന് യുദ്ധത്തിന്. അങ്കദൻ തന്നോട് അതിന് കവീന്ദ്രനും സൂതനെ കൊന്നു
തേരും തകർത്താൻ മേഘനാഥനും മറ്റൊരു തേരിലേറിടിനാൻ. മാരുതി തന്നെ വേൽ കൊണ്ട് ചാട്ടിയിടിനാൻ. ധീരനാകും ജമ്പുമാല നിശാചരൻ. സാരഥി തന്നോട് കൂടവേ മാരുതി തേരും തകർത്തവനെ കൊന്നാലറിനാൻ. മിത്രതനയൻ പ്രഹസ്തനോടേറ്റതു മിത്രാരിയോട് വിഭീഷണ വീരനും. നീലൻ നികുംഭനോടേറ്റാൻ തപനനെ കാലപുരത്തിനയച്ചാൻ മഹാഗജൻ. ലക്ഷ്മണനേറ്റാൻ വിരൂപാക്ഷനോടഥാ ലക്ഷ്മീപതിയാൻ രഘുത്തമൻ തന്നോടും ധ്വജാദികൾ 10 പേർ തക്ഷണേ പോർ ചെയ്ത് പുക്കാർ സുരാലയം. അവർ 10 പേരും ദേവലോകത്തേക്ക് പോയി മരിച്ച്. വാനരന്മാർക്ക് ജയം വന്നത് അന്നേരം ഭാനുവും വാരധി തന്നിൽ വീണിടിനാൻ. അതായത് സൂര്യൻ അസ്തമിച്ചു. ഭാരതി സമുദ്രത്തിൽ നിന്ന് വീണു എന്നുവെച്ചാൽ മരിച്ചു, അസ്തമിച്ചു, സൂര്യൻ സന്ധ്യയായി. ഇന്ദ്രാത്മജാത്മജനോടേറ്റു തോറ്റുപോയി, അതായത് അങ്കദനോട് തോറ്റുപോയി. ഇന്ദ്രജിത്ത് അമ്പരാന്തിയെ മറിഞ്ഞിടിനാൻ. അങ്കദനോട് ഇന്ദ്രജിത്ത് തോറ്റ് പോയി, ദൂരേക്ക് മറഞ്ഞങ്ങ് പോയി. നാഗാശ്രമേത് മോഹിപ്പിച്ചതു ബദ രാഘവന്മാരെയും വാനരന്മാരെയും വന്ന കവികളെയും നരന്മാരെയും ഒന്നൊഴിയാതെ ജയിച്ചേനിതെന്നവൻ. അവൻ എന്ത് ചെയ്തു? നാഗാശ്രമേത് മോഹിപ്പിച്ചവരെല്ലാം ഓർമ്മയില്ലാതെ വീണുപോയി, ശ്രീരാമനും എല്ലാവരും, ഈ കുരങ്ങന്മാരെല്ലാം. അപ്പോൾ അവർ പെരുമ്പറ കൊട്ടി സന്തോഷിച്ചു, ഇവരെല്ലാം വീണല്ലോ. അങ്ങനെ വന്ന കവികളെയും നരന്മാരെയും ഒന്നൊഴിയാതെ ജയിച്ചേനിതെന്ന് അവൻ പെരുമ്പറ കൊട്ടിച്ച് മേളിച്ച് രാക്ഷസന്മാർ ജയിച്ചെന്നും പറയും. കാരണം ഇവരെല്ലാം നാഗാസ്ത്രത്തിനകത്ത് മോഹിച്ച് വീണുപോയി. അപ്പോൾ അവിടെ ജയം കിട്ടിയെന്ന് പറഞ്ഞാൽ അവരെല്ലാം പെരുമ്പറ കൊട്ടിച്ച് മേളിച്ചു ചെന്ന് ലങ്കാപുരം തന്നിൽ മേവിടിനാർ. സന്തോഷത്തോടെ അവർ ആഹ്ലാദിച്ചങ്ങ് പോയി. ഇവരെല്ലാം തോറ്റ് അവർ ജയിച്ചല്ലോ എന്നും പറഞ്ഞ്. താപസവൃന്ദവും ദേവസമൂഹവും താപം കലർന്ന് വിഭീഷണ വീരനും. അപ്പോൾ എന്തുവെന്ന്? താപസവൃന്ദവും ദേവസമൂഹവും എല്ലാം വിഷമിച്ചു. ഇവരെല്ലാം ഇങ്ങനെ ബോധം കെട്ട് വീണുപോയല്ലോ, ശ്രീരാമനും എല്ലാവരും. അപ്പോൾ ഹാഹാ വിഷാദന ദുഃഖ വിഷണ്ണരായ മോഹിതന്മാരായ മേരും ദശാന്തരേ. അപ്പോഴങ്ങനെ വിഷമിച്ചു കഴിഞ്ഞപ്പോൾ 7 ദീപങ്ങളും 7 അർണവങ്ങളും 7 അചലങ്ങളും ഉത്ക്ഷോഭമാവണ്ണം 7 അശ്വകോടി തേജോമയനായ സുവർണാദ്രി പോലെ പവനാശനൻ, അതായത് ഗരുഡൻ അത്രമാത്രം തേജസ്സോടുകൂടി. കാരണം നാഗാസ്ത്രത്തിന് മരുന്ന് ഗരുഡനെ കൊണ്ടേ പറ്റൂ. ഇവരെല്ലാവരും വിഷമിച്ച് നിന്ന്, ആകാശത്ത് നിന്ന് നാരദനും ദേവന്മാരൊക്കെ വിഷമിച്ചു നിന്ന് സർവ്വപേരും അവിടെ വീണുപോയല്ലോ. അപ്പോൾ എന്ത് ചെയ്യും ഇനി? അപ്പോൾ 7 ദീപങ്ങളും 7 അർണവങ്ങളും 7 അചലങ്ങളും എന്ന് വെച്ചാൽ 7 മലകളും 7 നദികളും പിന്നെ 7 സമുദ്രങ്ങളും എല്ലാം ഉത്ക്ഷോഭമാവണ്ണം എന്താ പറയുക 7 അശ്വകോടി തേജോമയനായി, അതായത് കോടി 7 അശ്വന്മാരുടെ തേജസ്സോടുകൂടി ആര് വന്നു? സുവർണാദ്രി പോലെ പവനാശനൻ ഗരുഡൻ വന്ന് അപ്തിതോയം, അതായത് സമുദ്രത്തിലെ വെള്ളം രണ്ടായി ഇങ്ങനെ ചിറകൊണ്ടിങ്ങനെ അടിച്ച് പറന്ന് താഴേക്ക് മണ്ടേന്ന് പറന്ന് താഴേക്ക് സമുദ്രം ഇങ്ങനെ പറന്നപ്പോൾ രണ്ടായിട്ടങ്ങ് വിട്ടുമാറി ജലം. അത്ര ഊക്കാണ് ആ ഗരുഡൻ്റെ. അങ്ങനെ അപ്തിതോയം വെള്ളം, സമുദ്രവെള്ളം ദിധ്വാഭിത്വ. അത് വല്ലാത്ത പാട്. പക്ഷയുഗ്മ, അത് പക്ഷം ചിറക്, ആ ഗരുഡൻ്റെ ചിറക് കൊണ്ട് പക്ഷയുഗ്മോധൂത ലോകത്രയത്തോട് അതിദുരിതം. അത്രമാത്രം 2 വശത്തേക്ക് ഇങ്ങനെ ഉയർന്ന് മാറി ഇത് വെള്ളം. നാഗായി രാമപാദം വണങ്ങി അങ്ങനെ പെട്ടെന്ന് തന്നെ പറന്ന് അതിൻ്റെ ഊക്കാണ് ആ ജലമെല്ലാം കാറ്റുകൊണ്ട് ആ ചിറകിൻ്റെ കാറ്റടിച്ച് വെള്ളങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞ് അങ്ങോട്ടും പോയി. അങ്ങനെ പെട്ടെന്ന് തന്നെ ഗരുഡൻ വന്ന് ഭഗവാന്റെ പാദത്തിൽ വണങ്ങിയിടിനാൻ. നാഗാസ്ത്ര ബന്ധനം തീർന്ന് തൽക്ഷണം അപ്പോഴന്നെ നാഗാസ്ത്രം കൊണ്ട് വന്ന് ഇവരെ മോഹിച്ച് വിടാതെ അപ്പോഴേ അഴിഞ്ഞു പോയി, എല്ലാം സുഖമായി. അങ്ങനെ ഗരുഡനാണ് അപ്പോഴത് വന്ന് ഭഗവാന്റെ വാഹനമാകുന്ന ഗരുഡൻ. ശാഖാമൃഗങ്ങളും നിർമുക്തരായി, അവരുടെ അസ്ത്രത്തിൽ അവരും മുക്തരായി. എന്നുവെച്ചാൽ ഈ വാനരന്മാരും മോചിച്ചു, അവർക്കും വിഷമമില്ലാതായി. ശോകവും തെളിഞ്ഞു വിളങ്ങിനാൻ. എല്ലാവരുടെയും വിഷമങ്ങളെല്ലാം നന്നായി തെളിഞ്ഞു പ്രകാശിച്ചു. എല്ലാവർക്കും സന്തോഷമായി. കാരണം അവർ അങ്ങനെ ബോധക്കെട്ട് വീണ് ആര് രക്ഷിക്കാനുണ്ട് ഇവിടെ? അപ്പോൾ ഭഗവാൻ വിചാരിച്ചു ഗരുഡൻ വന്നു. ഭക്തപ്രിയൻ മുത പക്ഷിപ്രവരന് ബദ്ധസമ്മോദ അനുഗ്രഹം നൽകി. അങ്ങനെ ഭഗവാൻ എന്ത് ചെയ്ത് പക്ഷിപ്രവരൻ ഗരുഡനെ സന്തോഷത്തോടെ അനുഗ്രഹം നൽകി വിട്ടു. കൂപ്പിത്തൊഴുത് അനുവാദവും കൈക്കൊണ്ട് മേൽപോട്ട് പോയി മറിഞ്ഞിടാൻ താർഷ്യനും. അങ്ങനെ സന്തോഷിച്ച് അനുഗ്രഹം കൊടുത്ത് ഭഗവാനെ കൂപ്പിത്തൊഴുത് വണങ്ങി മേൽപോട്ട് പറന്നു പോയി താർഷ്യൻ, അതായത് ഗരുഡൻ. മുന്നേതിലും ബലവീരവേഗങ്ങൾ പൂണ്ട ഉന്നതന്മാരാ കവിവരന്മാരെല്ലാം മുമ്പിൽ എങ്ങനെയാണെന്ന് അതിനേക്കാൾ ഉപരി ശക്തി പ്രാപിച്ചവർക്കെല്ലാം നല്ല ആരോഗ്യവും ഉന്മേഷമൊക്കെ വന്നു.
തളർച്ചയൊക്കെ പോയവരുടെ. എന്നിട്ട് മുന്നേതിലും ബലവീര വേഗങ്ങൾ പൂണ്ട് ഉന്നതന്മാരാ കവിവരന്മാരെല്ലാം മന്നവൻ തൻ നിയോഗന മരങ്ങളും കുന്നും ശിലയും എടുത്തെറിഞ്ഞിടാൻ. നല്ല ആരോഗ്യം വേണ്ടി അതൊക്കെ എറിയണമെങ്കിൽ കുന്നും വലിയ വലിയ തടികളും മരങ്ങളൊക്കെ പെഴുതല്ലേ എറിയുന്നത്. അപ്പോൾ അങ്ങനെ അല്ല അവർക്ക് ഈ ഇത്രയും പേർക്ക് എന്താ ആയുധങ്ങൾ, അത് എല്ലാം നന്നായി അത് കുരങ്ങന്മാരുള്ളവരുടെ അങ്ങനെ അതെല്ലാം സന്തോഷമായിട്ട് അത് ആ ഗരുഡൻ വന്ന് ഇതെല്ലാം ചെയ്തപ്പോൾ അവർക്ക് ആരോഗ്യമൊക്കെ വന്ന് സന്തോഷമായി. വന്ന ശത്രുക്കളെ കൊന്നു മമാത്മജൻ. വരുന്ന ശത്രുക്കളെല്ലാം കൊന്ന് മന്ദിരം ബുക്ക് ഇരിക്കുന്നതിന് മുന്നമേ വന്നാൽ അവരും എന്തൊരു വിസ്മയം. അപ്പോൾ അവർ സന്തോഷമായിട്ട് ജയിച്ച് പെരുമ്പറയും കൂട്ടി പോയവരല്ലയോ. അപ്പോൾ ഇവിടെ വലിയ ആഘോഷം കേൾക്കുന്നു. എന്താ ആഘോഷം? ഇവരെല്ലാം എണീക്കുന്നു അവരറിഞ്ഞില്ല. എത്രയും പേരും ഇവിടെ മരിച്ചതുപോലെ കിടക്കുമില്ല. ഇവിടെയൊക്കെ ഇങ്ങനെ രക്ഷിച്ച് എണീക്കുന്ന അവർ ഓർത്തില്ല. അതുകൊണ്ട് എന്തോ മന്ദിരം ബുക്കിരുന്നതിന് മുന്നമേ അവരിന്ന് മന്ദിരത്തിൽ സുഖമായിട്ടൊന്ന് ആശ്വസിച്ചിരുന്നപ്പോൾ അതിന് മുമ്പായിട്ട് വന്നാരവരും എന്തൊരു വിസ്മയം, ഇവിടെ എന്താ അത്ഭുതം, വിസ്മയം കാണുന്നു. നന്നൊന്നും എത്രയും എന്നേ പറയും, ഇത് കൊള്ളാമല്ലോ, ഇതെന്താ അത്ഭുതമായിരിക്കുന്നല്ലോ. ചെന്നറിഞ്ഞിടുവിന് എന്തൊരു ഘോഷം ഇതെന്ന് ദശാനൻ ചെന്നോരനന്തരം. അവിടെ എത്ര ഘോഷം വിസ്മയം. കാരണം എല്ലാവരും മരിച്ചണം കിടന്ന് അവിടെ ദുഃഖമല്ലേ വേണ്ടത്, ഇത്രയും സന്തോഷം എന്താണ് കാരണം? അതുകൊണ്ട് നിങ്ങൾ ആരൊക്കെ പോയി അറിയും അവിടെ എന്താ കാരണമെന്ന്. അവരെല്ലാം എണീറ്റെന്ന് അവർ അറിയുന്നില്ലല്ലോ. ഗരുഡൻ വന്നെല്ലാം രക്ഷിച്ചെന്നൊന്നും അവരറിയുന്നില്ല. യുദ്ധം ചെയ്ത് ജയിച്ച് പരമ്പര കട്ടി പോയേക്കുമല്ലയോ. അങ്ങനെ നിങ്ങൾ പോയി അറിയണമെന്നും പറഞ്ഞ് രാവണൻ പറഞ്ഞു വിട്ടു. ദശാനനൻ ചെന്നോരനന്തരം ചെന്ന ദൂതന്മാരെ അറിഞ്ഞ് ദശാനനൻ തന്നോട് ചൊല്ലിനാൻ വൃത്താന്തമൊക്കവേ. വീരബലവേഗ വിക്രമം കൈക്കൊണ്ട് സൂര്യാത്മജാതികളായ കവികുലം അവർ വീരബലവേഗമൊക്കെ വേഗത്തിൽ അവരെല്ലാം ബലം പ്രാപിച്ച് വിക്രമമൊക്കെ ആയി അവരെല്ലാം ആരോഗ്യമൊക്കെ വീണ്ടെടുത്തു. സൂര്യാത്മജാതികളായ കവികുലം എല്ലാവരും ധൈര്യശാലികളായിരിക്കുന്നു എന്ന് പറഞ്ഞു. ഹസ്തങ്ങൾ തോറും അലാതവും കൈക്കൊണ്ട് പിത്തൻ ഉത്തമാംഗത്തിന്മേൽ നിൽക്കുന്നോർ നാണമുണ്ടെങ്കിൽ അവരെല്ലാം അവിടെ ചെന്ന് ഒളിച്ചിരിക്കുമല്ലേ. അപ്പോൾ വീണ്ടും ഒരു യുദ്ധത്തിനായി ചെന്ന് വിളിക്കുവാണ്. കാരണം ഇവർ എണ്ണിച്ചു ചേരുന്ന അവർ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ഇവർ നാണമുണ്ടെങ്കിൽ പുറപ്പെടുക ആണുങ്ങളെങ്കിൽ എന്നോർത്ത് പറയുകയും നിങ്ങൾ ആണുങ്ങളാണെങ്കിൽ ഇറങ്ങി വരൂ എന്നും പറഞ്ഞ് രാവണനെയൊക്കെ വിളിക്കുക. കേട്ടതില്ലേ ഭവാൻ എന്നവർ ചൊന്നത് കേട്ടു ദശാസനും കോപേന ചൊല്ലിനാൻ. അപ്പോൾ ദശാനൻ ദേഷ്യം വന്നു രാവണന്. മാനവന്മാരെയും ഏറെ മതമുള്ള വാനരന്മാരെയും കൊന്നൊടുക്കിയിടുവാൻ പോകാ ധൂമ്രാക്ഷൻ പടയോടുകൂടവേ. ധൂമ്രാക്ഷനോട് പറഞ്ഞ് നീ പോകൂ, അവരെല്ലാവരും കൊന്നൊടുക്കൂ എന്ന് പറഞ്ഞ് ധൂമ്രാക്ഷനെ രാവണൻ പറഞ്ഞു വിട്ടു. പോകാ ധൂമ്രാക്ഷൻ പടയോടുകൂടവേ വേഗേന യുദ്ധം ജയിച്ചു വരിക, നീ ചെന്നേരത്തിനെ കൊന്നിട്ട് നീ പെട്ടെന്ന് വരൂ എന്ന് പറഞ്ഞു വിട്ടു. യുദ്ധം അനുഗ്രഹം ചെയ്തയച്ചാൻ ആദി ക്രുദ്ധനാം ധൂമ്രാക്ഷൻ നടന്നിടിനാൻ യുദ്ധത്തിനായിട്ട് പോയി. ഉച്ചസ്ഥരമായ വാദ്യഘോഷത്തോടും പശ്ചിമ ഗോപുരത്തോടെ പുറപ്പെട്ടാൻ മാരുതിയോട് എതിർത്താൻ അവനും പിഞ്ചെന്ന് ധാരണമായത്. യുദ്ധവും എത്രയും വലിയ യുദ്ധമായി. വേലസി വെൺമഴു കുന്തം ശരാസനം ശൂലം മുസലം പരിഖ ഗതാദികൾ കൈക്കൊണ്ട് വാരണവാജി രഥങ്ങളിൽ ഉൾക്കരുത്തോടേറി രാക്ഷസവീരരും കല്ലും മരവും മലയുമായി പാർവത തുല്യ ശരീരികളായ കവികളും തങ്ങൾ ഏറ്റുപൊരുത് മരിച്ചതൊട്ടങ്ങുമിങ്ങും മഹാവീരരായുള്ള അപ്പുറത്തുപ്പുറമുള്ള എല്ലാവരും മരിക്കുന്നുണ്ട്. ചോരയും ആറായി ഒഴുകി, അത് നദിയായി ഒഴുകി ചോര. ആറെന്ന് വെച്ചാൽ 1 2 3 2 6 ആറായി, അതായത് നദിയായി ചോര കൊണ്ട് നദിയായി ഒഴുകി. ചോരയും ആറായി ഒഴുകി പല വഴി ശൂരപ്രവരന മാരുതി തൽക്ഷണേ. അപ്പോൾ മാരുതി എന്ത് തൽക്ഷണേ? ശൂരപ്രവരന മാരുതി തൽക്ഷണേ ഉന്നതമായൊരു കുന്നിൻ കൊടുമുടി തന്നെ അടർത്തെടുത്തൊന്നെറിഞ്ഞിടാൻ. അപ്പം ഹനുമാൻ എന്ത് ചെയ്തു? വലിയൊരു കൊടുമുടി അടർത്തി എടുത്തിട്ട് ഒരു എറി കൊടുത്തു. തേരിൽ നിന്ന് ആശു ഗതയും എടുത്തുടൻ പാരലാമാർ ധൂമ്രാക്ഷനും ചാടി. ഞാൻ അത് കണ്ടപ്പോൾ എറിയുമ്പോൾ അവനിങ്ങ് തേരിൽ നിന്ന് ചാടി ധൂമ്രാക്ഷൻ. തേരും കുതിരകളും പൊടിയായതു മാരുതിക്കുള്ളിൽ വർദ്ധിച്ചത് കോപവും. അപ്പം ദേഷ്യം വന്നു മാരുതിക്ക്. രാത്രിയഞ്ചരരെ ഒടുക്കി തുടങ്ങിനാൻ ആർത്തി മുഴുത്തത് കണ്ട് ധൂമ്രാക്ഷനും മാരുതിയെ ഗത കൊണ്ട് അടിച്ചിടിനാൻ. അപ്പോൾ ഹനുമാനെ അവൻ ഗത കൊണ്ടൊന്ന് അടിച്ചു. അപ്പോൾ ധീരതയോട് അതിനാ ആകുലമെന്നിയേ പാരം വളർന്നൊരു കോപം വിവശനായി. അപ്പോൾ പാരം കോപം വളർന്നു മാരുതിക്ക് ഒരു അടി കൊണ്ട് ഗതയും കൊണ്ട് മാരുതി രണ്ടാമത് ഒന്ന് എറിഞ്ഞിട്ടാകുമ്പോൾ വീണ്ടും അടുത്ത മല പറിച്ചെടുത്ത് ഒരൊറ്റ എറിഞ്ഞ് ധൂമ്രാക്ഷൻ ഏറുകൊണ്ട് ഉമ്പറപുരത്തെങ്കിൽ മാറി ചെന്ന് സുഖിച്ചു വാണിടിനാൻ. അവൻ മരിച്ചുപോയി, ദേവലോകത്തേക്ക് പോയി. ആരാ? ധൂമ്രാക്ഷൻ, രാവണൻ വിട്ട ആള്. വെക്ക യുദ്ധം ചെയ്ത് അവനെ കൊന്നിട്ട് ഓടി വാന്ന് പറഞ്ഞത് വിട്ടതാ. അനുഗ്രഹം കൊടുത്താൽ രാവണൻ വിടുന്നത്. അപ്പോഴേ അവൻ ദേവലോകത്തേക്കാണ് പോയി, അവിടെ പോയി സുഖിക്കാൻ. ശേഷിച്ച രാക്ഷസർ കോട്ടയിൽ പൊക്കിയതു ഘോഷിച്ച അങ്കനമാർ വിലാപങ്ങളും വൃത്താന്തമാകന്ന കേട്ടു ദശാസ്യനും ചിത്തതാപത്തോട് പിന്നെയും ചൊല്ലിനാൻ. വജ്രഹസ്താരി പ്രവരൻ മഹാബലൻ വജ്രദംശൻ തന്നെ പോകാൻ യുദ്ധത്തിനായി. ഇനി ഭദ്രൻ പോകുക. മാനുഷവാനന്മാരെ ജയിച്ച് അഭിമാനകീർത്തിയ വരികൻ നയിച്ചിടൻ. അവനെയും പറഞ്ഞു വിടുന്നു ഭദ്രനെ. നീയും പോയി ചെന്നിട്ട് സന്തോഷമായിട്ട് ദേവലോകത്ത് പോകാൻ പറഞ്ഞു വിട്ടാൽ മതി. സൂചിച്ച് തിരിച്ചു വരാനാ പറയുന്നത്. അത് തിരിച്ചേ വരൂ. ദക്ഷിണ ഗോപുരത്തൂടെ പുറപ്പെട്ട് ശക്രാത്മജനോട് എതിർത്തിടുന്ന അത് അംഗതനാണ്. ശക്രാത്മജൻ ഇന്ദ്രൻ്റെ കൊച്ചുപുത്രൻ.
ശക്രാത്മജാത്മജനോട്. അത് ആത്മജാത്മജ വെച്ചാൽ പുത്രൻ്റെ പുത്രൻ. ദുർനിമിത്തങ്ങളുണ്ടായത് അനാദൃത്യ ചെന്ന കവികളോടേറ്റു മഹാബലൻ വൃക്ഷശില ശൈലവൃഷ്ടി കൊണ്ടേറ്റവും രക്ഷോവരന്മാർ മരിച്ചു മഹാരണി. ശൈലവൃഷ്ടി, മരങ്ങളുടെ ശില, വലിയ വലിയ മരങ്ങളുടെ ഇതുകൊണ്ട് മഴ പോലെ അതും അത്രമാത്രം ഒടിച്ച് എറിയുവാണ്. ഒടിക്കെല്ലാം പിടിച്ച് വലിച്ചെടുക്കുകയാണ്. ഒടിക്കാൻ നോക്കുന്ന അത്രമാത്രം വലിയ തടികളാണ് ശിഖരങ്ങളൊക്കെ. അങ്ങനെ ശൈലവൃഷ്ടി പോലെ മഴ പോലെ കൊണ്ട് ഏറ്റവും രക്ഷോവരന്മാർ മരിച്ചു മഹാരണി. ഖഡ്ഗശസ്ത്രാസ്ത്ര ശക്തിയാദികൾ ഏറ്റു മർക്കടന്മാരും മരിച്ചാർ അസംഖ്യമായും. മർക്കടന്മാരും കുരങ്ങന്മാരും ഒത്തിരി മരിച്ചു. 10 അംഗയുക്തമായുള്ള പെരുമ്പട നക്തഞ്ചരന്മാർക്ക് നഷ്ടമായി വന്നിതു. 10 അംഗമായുള്ള പെരുമ്പടയും അവർക്ക് നഷ്ടമായി. രക്തനദികൾ ഒലിച്ചു പല വഴി നൃത്തം തുടങ്ങി. കബന്ധങ്ങളും കബന്ധം വെച്ചാൽ തല പോയ ദേഹം കൊണ്ടെങ്കിൽ തുള്ളും. കുറേ നേരം മരിക്കാൻ സമയമെടുക്കും. അതുവരെ ഇങ്ങനെ തുള്ളും, നൃത്തം ചെയ്യും. അതാ അത് 1-2 ഒരുപാടങ്ങ് മരിക്കുകയല്ലേ ഈ രാക്ഷസന്മാർ. അപ്പോൾ നദികളൊക്കെ ഇങ്ങനെ ഒലിച്ച് പല വഴി കൂടെ രക്തം ഒഴുകുന്നത്. നൃത്തം തുടങ്ങി കബന്ധങ്ങളും ശരീരത്തിൽ തലയില്ല, ശരീരങ്ങൾ മാത്രം നൃത്തം കളിച്ചു. വിറച്ച് കിടക്കും. ഘോരമായി താരയനും വജ്രദംശനും തങ്ങളിൽ വജ്രനും താരയനുമായിട്ട് തുടങ്ങി അങ്കദൻ. ഘോരമായി ഏറ്റം പിണങ്ങി നിൽക്കും വിധു വാളും പറിച്ചുടനും വജ്രദംശൻ ഗളനാളം മുറിച്ചെറിഞ്ഞിടാൻ അങ്കദൻ. അങ്ങനെ അവൻ്റെ വജ്രൻ്റെ കയ്യിരിക്കുന്ന വാള് ഇവൻ പിടിച്ചു വലിച്ചെടുത്ത് ആരാ താരയൻ അങ്കദൻ. എന്നിട്ട് അവൻ്റെ ദംശൻ്റെ കഴുത്ത് അർത്ഥം കളഞ്ഞു. അവൻ്റെ കയ്യിൽ നിന്ന് വാളിഞ്ഞോട് വാങ്ങിച്ചിട്ട് അവൻ്റെ മറ്റവൻ്റെ കഴുത്തറുത്തു. വാളും പറിച്ചുടൻ വജ്രദംശൻ ഗളം കഴുത്ത മുറിച്ചെറിഞ്ഞിടാൻ അങ്കദൻ. അപ്പം പോയി വാ വെക്കാം, അവരെ കൊന്നിട്ട് വന്ന രാവണൻ അനുഗ്രഹം കൊടുത്ത് വിടുന്നത്. ഇപ്പോൾ ദേവലോകത്ത് അവനും പോയി. അക്കഥ കേട്ടാശു നക്തഞ്ചരാധിപൻ ഉൾക്കരുത്തേറും അകമ്പനൻ തന്നെയും വൻപടയോട് അയച്ചാൻ അത് നേരം കമ്പമുണ്ടായത് മേദിനിക്ക്. അന്നേരം മേദിനി ഭൂമി. ഈ വൻപടയോട് അയച്ചാൻ അതിനാരേന് വേറത്തിന്. അപ്പോൾ എന്താ ഭൂമിദേവിക്ക് കമ്പം എന്താ പറയുന്ന ചലനം ഉണ്ടായി. ഭൂമിദേവിക്ക് നമ്മൾ എന്താ പറയുന്നതിന് കമ്പമുണ്ട്. ഭൂമിദേവി വിറയ്ക്കുന്നതിന് ഭൂമി കുലുക്കാം. കമ്പമുണ്ടായതോ മേദിനിക്ക് അന്നേരം മേദിനി ഭൂമിക്ക്. ദുച്ഛവനാരി പ്രവരൻ അകമ്പനൻ പശ്ചിമ ഗോപുരത്തോടെ പുറപ്പെട്ട. അപ്പോൾ ഇനി അടുത്തയാളെ പോയേക്കുന്നു. വായുതനോടേറ്റേവനും നിജ, അതായത് മാരുതപുത്രനാണ് ഹനുമാനോടേറ്റു. കായം വെടിഞ്ഞ് കാലാലയം മേവിനാൻ. ഉടനെ തന്നെ അവൻ്റെ ശരീരം വെടിഞ്ഞ് അവനും പോയി കാലാലയത്തിലേക്ക്. മാരുതയെ സ്തുതിച്ച് മഹാലോകരും പാരം ഭയം പെരുത്തു. ദശകണ്ഠൻ അപ്പോഴും ദശകണ്ഠന് ഭയമായി. മാരുതനെ ഒറ്റയടിക്ക് തന്നെ മറ്റവനെ ഭൂമിയിൽ നിന്ന് വിട്ടു. പാരം ഭയം വരുത്തു. ദശകണ്ഠനും സഞ്ചരിച്ചാൽ നിജ രാക്ഷസേനയിൽ പഞ്ചദ്വയാസ്യനും കണ്ടാനത് നേരം രാമേശ്വരത്തോട് സേതുവിന്മേലും ആരാമദേശാന്ന സുബേല അചലോപരി. അവിടുത്തെ പർവ്വതത്തിൻ്റെ മുകളിൽ വാനരസേന പരന്നതും കോട്ടകൾ ഊനമായി വന്നതും കണ്ടവരാനന്ദ. അവൻ നോക്കിയപ്പം കവികളെല്ലാം ഒരുപാട് നിരക്കുന്നു. ഇവന് ഊനമായി വരും, കുറഞ്ഞു വരുന്നു ഇവൻ്റെ സംഖ്യകൾ. രാക്ഷസൻ്റെ സംഖ്യകൾ കുറഞ്ഞു വരുന്നു. അതിൽ കവികൾ കൂടുതലുണ്ട് അവിടെ. നോക്കിയപ്പോൾ എന്തോ അവൻ എൻ്റെ മുകളിൽ കയറുന്നു. രാമേശ്വരത്തോട് സേതുവിന്മേലും ആരാമ ദേശാന്തം സുബേല അചലോപരി വാനരസേന പരന്നു നിൽക്കുന്ന കണ്ടിട്ട് കോട്ടയ്ക്ക് എന്നപ്പോൾ അവന് ഊനമായി വന്നതും കണ്ടു അനന്തര. അവൻ്റെ ആൾക്കാർ കുറഞ്ഞു വന്നപ്പോൾ അവന് ഭയമായി. ക്ഷിപ്രം പ്രഹസ്തനെ കൊണ്ടുവരികയെന്നു കൽപ്പിച്ച നേരം അവൻ വന്നു കൂപ്പി. ഞാൻ പെട്ടെന്ന് തന്നെ പ്രഹസ്തനെ കൊണ്ടുവരൂ എന്ന് പറഞ്ഞ് ആരാ ഇവന് കോട്ടയ്ക്കകത്ത് ആൾക്കാർ കുറഞ്ഞല്ലോ. നീ അറിഞ്ഞില്ലയോ വൃത്താന്തമൊക്കവേ, നായകന്മാർ പടയ്ക്കാരുമില്ലായോ, ഇവിടെ ആരുമില്ലല്ലോ, ഇനി ആരാ പോകുന്നത്, നീ അറിഞ്ഞില്ലേ? ചെല്ലുന്ന രാക്ഷസവീരരെ കൊല്ലുന്നതും കണ്ടിരിക്കയില്ലിങ്ങു നാം. എനിക്ക് പറ്റുന്നില്ല, എല്ലാവരും പോകുന്നവരെല്ലാം മരിച്ചു പോകുന്നു. ഞാനോ ഭവാനോ കനിഷ്ഠനോ പോർ ചെയ്ത് വാനരന്മാരെ ഒടുക്കുവൻ പോകുന്നത് ആരെന്ന് ചൊല്ലുക എന്ന് കേട്ടവൻ. ആരാ പോകുന്നവരൊക്കെ കൊല്ലാൻ പോകുന്നതെന്ന് ഞാനൊന്ന് കൈകൂപ്പിനാൻ. തൻ്റെ മന്ത്രികൾ 4 പേരുള്ളവർ ചെന്ന് 4 അംഗപ്പടയും വരുത്തിനാർ. 4 ലങ്കയിലുള്ള പടയ്ക്കെല്ലാം ആലംബനമാം പ്രഹസ്തൻ മഹാരഥൻ. ഇതെല്ലാം ആലംബനമായിട്ടുള്ളവനാണ് ഈ പ്രഹസ്തൻ. മഹാരഥനാണ് അവൻ. കുംഭകനും മഹാനാഥനും ദുർമുഖൻ ജംഭാരി വൈരിയാം വീരൻ സമുന്നതൻ. ഇങ്ങനെയുള്ളൊരു മന്ത്രികൾ 4 പേരും തിങ്ങിന വൻപടയോട് നടന്നത്. അവരിലവിടെ തകർക്കാനായിട്ട് പോയിട്ടുണ്ട്. ദുർനിമിത്തങ്ങളുണ്ടായത് കണ്ടവർ തന്നകതാലുറച്ച് സന്നദ്ധരായി പൂർവ്വപുരദ്വാരദേശയെ പുറപ്പെട്ട് പാവകപുത്രനോട് ഏറ്റോരനന്തരം. പാവകപുത്രനായ നീലനാണ് അഗ്നിപുത്രൻ, പാവകൻ അഗ്നി. മർക്കടന്മാർ ശിലാവൃക്ഷ ആചരം കൊണ്ട് രക്ഷോഗണത്തെ ഒടുക്കി തുടങ്ങിനാൻ. അവർ മർക്കടന്മാർ മരങ്ങൾ കൊണ്ട് അവരെയൊക്കെ ഒടുക്കി. ചക്ര ഖഡ്ഗ പ്രാസ ശക്തി ശസ്ത്രാസ്ത്രങ്ങൾ മർക്കടന്മാർക്ക് ഏറ്റൊക്കെ മരിക്കുന്നു.
ഹസ്തിവരന്മാരും അശ്വങ്ങളും ചത്തു. രക്തം നദികളായൊക്കെ ഒലിക്കുന്നു. അംഭോജ സംഭവ നന്ദനൻ ജാമ്പവാൻ കുംഭകനും ഇവനെയും കുംഭകനുവിനെയും ദുർമുഖനെയും കൊന്നു മഹാനാഥനെയും സമുന്നതൻ തന്നെയും പിന്നെ പ്രഗസ്തൻ മഹാരഥൻ നീലനോടേറ്റുടൻ ദ്വന്ദ്വ യുദ്ധം ചെയ്ത് കാലപുരിയെ പൊക്കിരുന്നരുളിടിനാൻ. അങ്ങനെ അഗ്നിപുത്രനായ നീലനോടേറ്റ് അവനും മരിച്ചു. കാലപുരിക്ക് പോയി പ്രഗസ്തൻ. സേനാപതിയും പടയും മരിച്ചതു മാനിയാം രാവണൻ കേട്ടു കോപാന്ധനായി. അങ്ങനെ സേനാപതിയും മരിച്ചു. എല്ലാം വെച്ച് ആക്ക് ദേഷ്യം വന്നു രാവണൻ ഇതെല്ലാം കേട്ടപ്പോൾ അവന് കോപാന്ധനായി, കോപം കൊണ്ട് കണ്ണു കാണാൻ അവസ്ഥയിലായി. നമുക്കിനി അടുത്ത ദിവസം വായിക്കാം. ബാക്കി ഇവിടം വരെയാണ് ഇന്ന് വേണ്ടുന്നത്. എല്ലാവർക്കും നമസ്കാരം. അക്ഷരങ്ങളൊക്കെ തിരിഞ്ഞു വന്നു. അത്ര സ്പീഡ്, ഇത് വല്ലാത്ത അക്ഷരങ്ങൾ തിരിയുന്ന അക്ഷരങ്ങളല്ല, എല്ലാം അങ്ങനെ കടമുടിവിടാന്നിരിക്കുക. പതുക്കെ വായിച്ചാൽ കുഴപ്പമില്ല. നമ്മൾ പെട്ടെന്ന് വായിക്കുമ്പോൾ അത്രയ്ക്ക് ശീലമില്ലാത്ത നമുക്ക് പെട്ടെന്ന് വാക്കുകൾ വരത്തില്ല. അക്ഷരങ്ങളൊന്നും എനിക്ക് വായിച്ച ശീലം ഇല്ലാത്തൊരു പുസ്തകം. ആദ്യമായിട്ട് കഴിഞ്ഞ വർഷം ഒന്ന് വായിച്ചപ്പോൾ രണ്ടാമത്തോളം വായിക്കുമ്പോൾ നമുക്ക് ഇത് തെറ്റുകളൊക്കെ കാണാൻ ചിലപ്പോൾ. എല്ലാവർക്കും നമസ്കാരം. ഹരിവും ഹരിവും ഹരിവും. തെറ്റ് അങ്ങനെ വരാൻ സാധ്യതയില്ലെങ്കിൽ ചിലപ്പോൾ അറിയത്തില്ല.